ഹലോ, നമസ്കാരം. വെൽക്കം ടു എ പുതിയ എപ്പിസോഡ് ഓഫ് കാർത്തിക് സൂര്യ അൺലീഷ്ഡ്. ഇന്ന് സുഹൃത്തുക്കളെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ് മലയാള സിനിമയിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് വേഴ്സറ്റൈൽ ആക്ടുള്ള ആക്ടർ. ഒരുപാട് 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 തരത്തിലുള്ള റോളുകൾ ചെയ്ത് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച നമ്മുടെ സ്വന്തം സൈജു ഗ്രൂപ്പ്. താങ്ക് യു. സൈജു ഗ്രൂപ്പിനോടൊപ്പം സുഹൃത്തുക്കളെ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാണ് മലയാളി യൂത്തിൻ്റെ ഒരു താരം, ഒരു മലയാളി റാപ്പർ, ഇപ്പോ ഒരു മലയാളി ആക്ടർ, ബേബി ജി. നമസ്കാരം. നമസ്കാരം ചേട്ടാ, വ്യത്യസ്തമായ കോംബോ. അതായത് ആണ് സത്യമായിട്ട് ഒരു അലുവ മത്തിക്കറി ഫ്രണ്ട് ഇരിക്കുന്ന പോലെ ഉണ്ട്. കാരണം ചേട്ടൻ ഒരു അലുവ മത്തിക്കറിയാണ് ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞാൽ ചേട്ടാ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കരിയർ പാത്താണ് ചെയ്യേണ്ടത്. ചേട്ടൻ ആദ്യം മൂവിയിലോട്ട് വന്നു, അത് കഴിഞ്ഞ് അത്ര നല്ലതായിട്ട് പോയില്ല. അതെ, ഹരിഹരൻ സാറിന്റെ മൂവിയാണ് അതെ 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 തുടക്കത്തിൽ അഭിനയിച്ചത്. അപ്പോൾ ചേട്ടൻ എങ്ങനെ ആദ്യം ഹരിഹരൻ സാറിന്റെ തന്നെ ഒരു മൂവിയിൽ ചെന്ന് കൈവച്ചു? അത് ഭയങ്കര ലക്കായിരുന്നു എൻ്റെ ആ സമയത്ത്. ആ ഞാൻ സിനിമയിൽ വരാൻ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. ഞാൻ ട്രിവാൻഡ്രത്ത് എയർടെലിൽ വർക്ക് ചെയ്യുമായിരുന്നു. ആ സമയത്ത് എറണാകുളത്ത് നിന്ന് നമ്മുടെ ടെലികോളിംഗ് ടീം വിളിച്ചിട്ട് പറഞ്ഞു, MG ശ്രീകുമാർ സിംഗറിന് ഒരു കണക്ഷൻ ആവശ്യമുണ്ടെന്ന് പോയി ഒന്ന് കാണാമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ടീം ലീഡേഴ്സിനെയാണ് അയക്കുന്നത്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സിനെ അയക്കും. അപ്പം എൻ്റെ അച്ഛൻ ഭയങ്കര ഫാനാണ് MG സാറിൻ്റെ. ഓ അപ്പം ഞാൻ വിചാരിച്ചൊന്ന് അവിടെ ചെന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അച്ഛനെ ആയിട്ടൊന്ന് സംസാരിപ്പിച്ച് ഒരു സർപ്രൈസ് കൊടുക്കാന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പോയി അന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ചെന്ന ഉടനെ ആദ്യത്തെ വിസിറ്റിൽ തന്നെ നമ്മൾ അത് പറയുന്നത് മോശമെന്ന് ഓർത്ത്, അച്ഛനായിട്ട് സംസാരിക്കാൻ വേണ്ടി പറയുന്നത് മോശമെന്ന് ഓർത്ത് ഞാൻ പിന്നെ അന്നൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ചെല്ലുമ്പോഴാണ് അച്ഛനെ ഞാൻ വിളിക്കുകയും, അച്ഛൻ ആ സമയത്ത് വീട്ടിലില്ലായിരുന്നു, അന്ന് അവരുടെ കയ്യിൽ മൊബൈലില്ലായിരുന്നു. അപ്പം അച്ഛൻ വീട്ടിലില്ലാത്തതുകൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റിയില്ല. പക്ഷേ പുള്ളി ആണെങ്കിൽ കണക്ഷനും എടുത്തില്ല. അപ്പോൾ കണക്ഷൻ എടുക്കാത്തപ്പോഴത്തേക്കും നമുക്ക് ഈ 2-3 പ്രാവശ്യം പോയത് കാണാം. അപ്പോൾ നമുക്കൊരു ചെറിയ ഇറിറ്റേഷൻ ഉണ്ടാകുമല്ലോ, ഇത്രയും നമ്മൾ വന്നിട്ട്. അപ്പം പുള്ളിക്ക് ചോയ്സസ് ഓഫ് നമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം പുള്ളി പിന്നെ പറഞ്ഞു, ഞാനിപ്പോൾ അത് മാറ്റിയാൽ ശരിയാവില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് പുള്ളി എന്നൊക്കെ പെട്ടെന്ന് ചോദിക്കുന്നത്, 1 മിനിറ്റ് മിസ്റ്റർ സൈജു, അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോന്ന്. ഓ അപ്പം ഞാൻ പറഞ്ഞ അഭിനയിക്കാം. ഞാൻ പെട്ടെന്ന് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ഞാനെന്താ എൻ്റെ തോട്ട് പ്രോസസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അഭിനയിക്കുന്ന പടം എന്തായാലും ഹിറ്റ് ആവുമല്ലോ. ഓ അങ്ങനെയാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് സിനിമ അറിയില്ലല്ലോ, നമ്മൾ അഭിനയിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഹീറോ ആണ്. അതെ. അപ്പോൾ ഞാൻ അഭിനയിച്ചാൽ കുറേ പേര് എന്നെ അറിയും. പിന്നെ ഞാൻ സെയിൽസിന് പോകുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടി ഈസി ആകും എനിക്ക്. സെയിൽസ് പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ ഈ ഓഫർ. ഞാൻ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മുതൽക്കൂട്ടാവും. അതെ, ആ ഒരു ഇതിലാണ് ഞാൻ യെസ് പറയുന്നത്. അപ്പം ഞാൻ ഓർത്തതിൽ 1-2 സീൻ ആ ഒരു സാധനമാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഡയറക്ടർ ഹരിഹരൻ അദ്ദേഹം പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങളെ പോലത്തെ ഒരാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പിന്നെ പുള്ളി പറഞ്ഞിട്ട് ഞാൻ ഹരിഹരൻ സാറിനെ കാണാൻ പോവുകയും അവിടെ ചെന്നപ്പോഴാണ് ഹീറോ പരിപാടി എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഓഡിഷൻ എടുത്തു. എന്നോട് ആദ്യം ചോദിച്ചു, ഇങ്ങനെ എന്താണ് സ്റ്റേജിൽ പെർഫോം ചെയ്തു, അങ്ങനെ ഏതെങ്കിലും സിനിമ ചെയ്തിട്ടുണ്ടോ, സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, സാർ ഞാൻ സ്റ്റേജ് എനിക്ക് ഭയങ്കര ഭയമുള്ള സാധനമാണ്, ഞാൻ സ്റ്റേജിൽ ഞാൻ പെർഫോം ചെയ്തിട്ടില്ല. സിനിമയുടെ ഷൂട്ടിംഗ് ഞാൻ ഈ എറണാകുളത്തായത് കണ്ട് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്, അല്ലാതെ എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ്, അത് കുഴപ്പമില്ല, എനിക്ക് ചെറിയൊരു സ്പാർക്ക് കിട്ടിയാൽ നമുക്കത് മോൾഡ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്നെക്കൊണ്ട് 1-2 ഡയലോഗ്സ്, ചെറിയ ഡയലോഗ്സൊക്കെ പറഞ്ഞ് നോക്കിപ്പിച്ചു. അപ്പോൾ ഞാൻ പുള്ളി കാണിച്ചെന്ന രീതിയിൽ ഞാനത് പറഞ്ഞു. അങ്ങനെ പിന്നെ 2-3 ഓഡീഷൻസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് പിന്നെ എന്നെ കൺഫേം ചെയ്തു. അങ്ങനെ എയർടെലിൽ നിന്ന് 63 ദിവസത്തെ ലീവ് എടുത്ത് ഞാൻ അഭിനയിക്കാൻ വേണ്ടി പോവുകയാണ്. വന്ന് എയർടെലുകാർ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. നമ്മുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറൊക്കെ ഈ പറഞ്ഞ പോലെ, നമ്മൾ സെയിൽസിലാണ്, അപ്പം ഒരാളവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പം ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സമ്മതിച്ചു. കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ബോസ് അലക്സ് ഷുഡ് ടേക്ക് കെയർ ഓഫ് മൈ ജോബ്. അദ്ദേഹത്തിനൊരു ജോബുണ്ട്, അതുകൂടാണ്ട് എൻ്റെ ജോബും കൂടെ അദ്ദേഹം നോക്കണം. അതായത് എൻ്റെ ടീമിനെ പുള്ളി മാനേജ് ചെയ്യണം. അപ്പോൾ ഹി വാസ് ഓൾസോ വെരി സപ്പോർട്ടീവ് ഗായ്. ആദ്യം എന്നോട് പറഞ്ഞു, സൈജു യു ഡോണ്ട് നോ, ഐ നോ ദ ഫിലിം ഇൻഡസ്ട്രി. പുള്ളിക്ക് ആകെ മമ്മൂട്ടി, മോഹൻലാൽ എന്നുള്ള പേര് മാത്രമേ അറിയാവുള്ളൂ.
ഈ അലക്സ് മലയാളിയാണെങ്കിലും പുള്ളി ചെന്നൈ ബോൺ ആൻഡ് ബ്രോട്ടപ്പാ. പിന്നെ മൊത്തം ഒരു പക്ക കോർപ്പറേറ്റ് ആളാണ്. അപ്പം മമ്മൂട്ടി മോഹൻലാലിനെ അറിയാം, അല്ലാതെ വേറെ ഒരു ആക്ടേഴ്സിനെയോ ഡയറക്ടേഴ്സിനോ ഒന്നും അറിയില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു ഇതൊരു വലിയ സമുദ്രമാണ്, ദർ ആർ ലോട്ട് ഓഫ് ക്രോക്കഡൈൽസ് ഇൻ ദ ഇൻഡസ്ട്രി. ദേ വിൽ സ്വോളോ യു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ, ഇതായിരുന്നു നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അങ്ങനെ പുള്ളി അത് സമ്മതിച്ചു. അങ്ങനെ ഞാൻ 63 ദിവസത്തെ ഷൂട്ട് സമയത്ത് പുള്ളിയായിരുന്നു മൊത്തം അത് ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെയാണ് ചേട്ടൻ സിനിമയിലേക്ക് വരുന്നത്. അതെ അതെ, പിന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വരവല്ലേ. അതെ അതെ അതെ. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ, ഈ പറഞ്ഞ പോലെ പടം ബോക്സ് ഓഫീസിൽ അത്രയും വർക്കൗട്ട് ആയില്ല. ചേട്ടാ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒരു ഡൗണ് വരുമ്പോ പിന്നെ അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു പുതുമുഖം വന്നിട്ട് വരുമ്പോ പിന്നെ അതിൽ നിന്ന് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല. അല്ല, ഡെഫിനറ്റ്ലി. അതായത് വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇതിൻ്റെ ഒരു മൊത്തത്തിൽ എൻ്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. എൻ്റെ അച്ഛൻ അത്ര വലിയ താല്പര്യമില്ലായിരുന്നു ഞാൻ സിനിമയിലേക്ക് പോകുന്നതിൽ. അപ്പോൾ അച്ഛൻ ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. അപ്പം മറ്റേ 9 to 6 ജോബ് എന്നുള്ളൊരു ഇതായിരുന്നു അച്ഛന്. എന്നിൽ നിന്നും അതാണ് ആഗ്രഹിച്ചിരുന്നത്. ഒരു ജോലി, ഇപ്പോൾ എയർടെല്ലൊരു ജോലിയുണ്ട്, നല്ല ജോലിയുണ്ട്, അപ്പോൾ നീ അത് കണ്ടിന്യൂ ചെയ്യുക, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ വേറെ കമ്പനിയിൽ വേറെ നല്ല ഓഫേഴ്സ് കിട്ടും, അപ്പോൾ അങ്ങനെ പോകാനുള്ളൊരു ഇതായിരുന്നു. പക്ഷെ പിന്നെ ലീവ് കിട്ടിക്കഴിഞ്ഞപ്പം അച്ഛനോടത്ത് എനിക്ക് ജോലി വേണ്ടി വരുമെന്ന്. പക്ഷെ ലീവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛൻ ഓക്കെ ആയിരുന്നു. ഓക്കെ, ആഗ്രഹങ്ങൾ സാധിച്ച കാര്യം പറഞ്ഞപ്പോഴാണ് ബേബി ജീൻ ബ്രോയുടെ ഒറിജിനൽ നെയിം അല്ല, സ്റ്റേജ് നെയിം അല്ലേ? നിക് നെയിം, സ്റ്റേജ് നെയിം എന്നൊക്കെ പറയാം. ബേബി ഹാബി ബിക്കെയിം ബാബി, ദെൻ ഇറ്റ് ബിക്കെയിം ബേബി. അപ്പോ ശരിക്കുള്ള പേര് ഹാബിഷ് റഹ്മാൻ. അത് നല്ല ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പേര്. ബേബി ജീൻ കുറച്ചുകൂടെ ഒരു ഫാൻസി ഫാമിലി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്നൊരു നമ്മുടെ ബേബി എന്ന് പറയുന്ന പോലെ ഒരു ഫീൽ. അയ്യോ, ഇതാദ്യം ബേബി ക്രൂസ് എന്നായിരുന്നു. ബേബി ക്രൂസോ? കോളേജിൽ പഠിച്ച് തുടങ്ങുന്ന സമയത്ത് അന്ന് ഒരു +2 കഴിഞ്ഞ ഒരു പയ്യൻ ഇടുന്ന പേര് അതായിരിക്കുമല്ലോ. പിന്നീട് എനിക്കൊരു 2-3-4 മാസത്തിൻ്റെ ഉള്ളിൽ ഏകദേശം പരിപാടി പിടികിട്ടി. ക്രൂസ് എന്ന് പറയുമ്പോൾ ഒരു അത്ര ഒരു ഇതില്ല, അപ്പം ഒന്നും കൂടെ ഒരു ബെറ്റർ നോക്കാം എന്നുള്ള സാധനത്തിലാണ് പിന്നെ ജീൻ എന്നുള്ള സാധനം ആഡ് ചെയ്തത്. ചുമ്മാ വെറുതെ ഇൻസ്റ്റഗ്രാമിൽ _ ഇടാൻ മടി, അപ്പൊ ബേബി ജീൻ എന്നങ്ങോട്ട് ആക്കി. പക്ഷെ എന്തായാലും ബേബി ജീൻ എന്ന പേരങ്ങ് ഹിറ്റായി. ബ്രോ ശരിക്കും ഫിലിമിലോട്ട് വരുന്നതിന് മുന്നേ, അല്ല ഇപ്പോഴും റാപ്പർ ആണല്ലോ ബൈ പ്രൊഫഷൻ. അതെ, പണ്ട് മുതലേ റാപ്പർ ആവണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം? ഇല്ല, എനിക്ക് ഡയറക്ടർ ആവാനായിരുന്നു ആഗ്രഹം. ഞാൻ മൂവി ഡയറക്ടർ. ഞാൻ +1 പഠിക്കുമ്പോൾ ഞങ്ങള് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടൊരു ഷോർട്ട് ഫിലിം ഒക്കെ ഡയറക്ട് ചെയ്യാൻ നോക്കി. എന്തായിരുന്നു ഷോർട്ട് ഫിലിമിന്റെ പേര്? സ്മഗ്ലർ. അന്നേ അറകാണ്, എവിടെ കൊണ്ടുപോയി കാല് കുത്തിയാലും അതെ തല്ലുള്ളിത്തരം എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ. അത് പിന്നെ ഇറക്കാനൊന്നും പറ്റിയില്ല. ഞങ്ങൾക്ക് ഡബിങ് ഉണ്ട് തന്നെ. ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാണ് മനസ്സിലായി ഇത് എഡിറ്റ് ചെയ്യണോ, ഇത് ഡബ് ചെയ്യണോ, ഇതൊക്കെ നമ്മൾ അറിയണത് ഇത് കഴിഞ്ഞിട്ടാ. ഇത് വെച്ചിട്ട് ഇത് എങ്ങോട്ട് കൊണ്ടുപോകും ഒരു ഐഡിയ ഇല്ല. അതങ്ങനെ ക്ലാസ്. പിന്നെ കോളേജിലൊരു മൂവി അല്ല ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു സാധനമൊക്കെ ഷൂട്ട് ചെയ്തു. അതിൽ ഫെസ്റ്റിവലിന് പ്ലേ ചെയ്തു. എനിക്കതിൽ ഫസ്റ്റ് കിട്ടി. അന്ന് അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് ഡയറക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ മനസ്സിലായി അത് ഒരുപാട് സമയം വേണം, അങ്ങനെ എന്നൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ നിർത്തി. പിന്നെ അവിടെ ഫാഷൻ പഠിക്കാൻ വന്നിട്ടൊക്കെയാണ്. ഫാഷൻ ഡിസൈനിങ്ങോ? ഫാഷൻ ഡിസൈനിങ്. ഫാഷൻ ഡിസൈനിങ്ങും പഠിച്ചിട്ടുണ്ട്. ഫാഷൻ ഡിസൈനിങ് ഒരു 1 year പഠിച്ചിട്ടുണ്ട്. എനിക്ക് ചെറുപ്പത്തിൽ ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ മ്യൂസിക് എഞ്ചിനീയറിംഗ് ആയിരുന്നു ആഗ്രഹം. അപ്പോൾ മ്യൂസിക് എഞ്ചിനീയറിംഗ് ഒരുവിധം സെറ്റായി വരുമ്പോഴത്തേക്കും വാപ്പാട് മൂത്താപ്പ എന്ന് പറഞ്ഞ് അതേ ഈ സാധനം പ്ലേ ചെയ്യണമെങ്കിൽ മറ്റേതും മറിച്ചതൊക്കെ വേണ്ടി ചെല്ലണം, എന്നാലേ മ്യൂസിക് വരുള്ളൂ പറഞ്ഞ. അപ്പോൾ വാപ്പ പറഞ്ഞു വേണ്ട. ദെൻ പിന്നെ ഞാനത് എന്തായാലും നടക്കൂലല്ലോ. അപ്പൊ പിന്നെ ഫാഷൻ ഡിസൈനിങ് ആണ് ആകുള്ളത്. ഈ രണ്ടുമാണ് ഞാൻ 7ാം ക്ലാസ് മുതൽ തലച്ചോറിലിട്ടിട്ട് ഇങ്ങനെ പെരിപ്പിച്ചു കൊടുക്കുന്ന സാധനങ്ങൾ. ഫാഷൻ പിന്നെ കുഴപ്പമൊന്നുമില്ല. +2 കഴിഞ്ഞ് പോയി നോക്കുമ്പോൾ എത്ര 20 ലക്ഷം കണ്ട് പറഞ്ഞൊരു കോളേജിൽ. മോനെ ഇതൊക്കെ എവിടുന്നുണ്ടാകും അത് ഞാൻ പറയില്ല. അപ്പൊ അത് മോശമല്ലേ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് വീട്ടുകാരെ കൊണ്ട് താങ്ങൂല, അതിന്റെ കാല് പോലും. അപ്പൊ നമ്മളെ നിക്കണ്ടല്ലോ, 20 ലക്ഷം രൂപ മെഡിക്കൽ കളിക്കണ കളി. അത് ഫാഷൻ പഠിക്കാനേ എന്തപ്പോ ഇത് സ്വർണ്ണ കച്ചവട. അപ്പൊ അതൊക്കെ കഴിഞ്ഞ്
പിന്നെ അപ്പൊ എന്നിട്ട് കോളേജിൽ വാപ്പ പറഞ്ഞത് വാപ്പാക്കും നാട്ടിൽ നിന്നാ കൊള്ളാന്നുണ്ട് ഞാൻ ആ, അങ്ങനെ നാട്ടിലൊക്കെ നിന്ന് കോളേജിലൊക്കെ പഠിച്ച് കോളേജാണ് ഒന്നും കൂടെ പിന്നെ ഈ ഒന്നുകൂടെ ഡെവലപ്പ് ആവാൻ മെച്ചുവേർഡായിട്ട് ചിന്തിക്കാനൊക്കെ ഒന്നുകൂടെ ഡെവലപ്മെന്റ് ഉണ്ടാക്കാനൊക്കെ സഹായിച്ചു കോളേജ്. ആ. അവിടെ ക്ലാസ്സിൽ പോവില്ല, ലൈബ്രറിയിലൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ 2 പുസ്തകമൊക്കെ ആദ്യമായിട്ട് വായിക്കണൊക്കെ അവിടുന്ന്. ആണ് അടിപൊളി. അപ്പൊ ബ്രോ എവിടെയാണ് ഈ റാപ്പറിലോട്ട് കയറുന്നത്? റാപ്പറിലോട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ സാധനം കോളേജിൽ പോയി അവിടുന്ന് കുറേ വായനകളും പിന്നെ കുറേ നമുക്കൊരു നാട്ടിൻപുറത്തെ ഒരു എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ടാണ് ഈ കോവിഡ് സമയത്ത് പിന്നെ എഴുതാൻ തുടങ്ങിയിട്ട്. ആദ്യത്തെ പാട്ട് ആദ്യത്തെ പാട്ട് ബന്ധാന ബന്ധാന. ബന്ധാന ആ, ട്രാക്ക്. ചേട്ടാ അത് കേട്ടിട്ടുണ്ടോ കേട്ടോ ബന്ധാന? ഒരു ബന്ധാന ചാൻസും ഇല്ല. കേട്ടിട്ടുണ്ട്. ഉണ്ടോ? ആ? ഓ. ഞാൻ കൃതാർത്ഥനായി. അല്ല നിന്നെ പരിചയപ്പെട്ടതിന് ശേഷം എന്നെ ഒരു ആണോ? ഉം. അടിപൊളി ആ, അടിപൊളി. ബന്ധാന 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 ബന്ധാന. യെസ് സർ. ഒക്കെ കേട്ടിട്ടുണ്ട്. അതാണ് ആദ്യമായിട്ട് നോട്ടീസ് ചെയ്യുന്നത്. ചേട്ടാ ആ പാട്ട് ഞാൻ നോട്ടീസ് ചെയ്തപ്പോഴേ അത് ഭയങ്കര സിമ്പിളായിട്ടാണ് എടുത്തേക്കുന്നെങ്കിലും എവിടെയൊക്കെയോ പോയി ഭയങ്കര ഒരു ലെവലിൽ എടുത്തേക്കുന്ന പോലെ ഒരു സൂതിങ് ആണ് സൂതിങ്. ആ അത് അത് എന്താ ഏത് പാട്ടിന്റെ കാര്യം പറഞ്ഞത്? ബന്ധാന ബന്ധാന. ആ ആ, ഓക്കെ. അത് നമ്മുടെ കൊച്ചിയിൽ ഷൂട്ട് ചെയ്ത്. കൊച്ചിയിൽ ഷൂട്ട് പക്ഷെ ചെയ്ത ആർക്കും അറിയില്ല കൊച്ചിയിലെ ഷൂട്ട് അതെ. ചെയ്ത്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഏട്ടാ വേറെ എവിടെയോ പോയി എന്തൊക്കെയോ സെറ്റ് ചെയ്ത പോലൊരു ഫീലായിരുന്നു അന്ന്. അപ്പൊ അന്ന് ആദ്യം നോട്ടീസ് ചെയ്ത യുണീക്ക് ആയിട്ടുള്ള ഒരു വോയിസ് ആണ് കേട്ടോ. ആ, ആ, ആ. പിന്നെ ഈ ഒരു സ്റ്റൈൽ റാപ്പേഴ്സ് നമുക്കുണ്ടെങ്കിൽ ഈ ഒരു ആ. സ്റ്റൈലിൽ പാടുന്ന ആരും അധികം അങ്ങനെ ഇല്ല. ആ ഇല്ല, എനിക്ക് പക്ഷെ അതിന്റെ ഒരു പരിമിതികളുണ്ട്. എനിക്ക് അധികം മെലഡി ഈ ബേസ് വോക്കൽ വെച്ച് ട്രൈ ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. എനിക്ക് കുറെ ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷെ എനിക്ക് അധികം ഇതിന് ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ, പക്ഷെ സംഭവം സർവൈവ് ചെയ്യുന്നു. എനിക്ക് ലിറിക്സ് പറഞ്ഞാൽ മതി. എനിക്ക് എഴുതി വെച്ചത് ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു ആർട്ട് ആക്കിയാൽ ബീറ്റില് മതി. പറഞ്ഞാ മതി. അപ്പം ഞാൻ അതിനെക്കുറിച്ച് അധികം ബോധേഡല്ല ആ, ആ, എന്നുള്ളതാണ്. അപ്പോ ബ്രോയ്ക്ക് അപ്പോ നോർമലി പാട്ടുകൾ പാടാറില്ല? അപ്പൊ മെലഡി അങ്ങനെയുള്ള പാട്ടുകളെ പാടാറുള്ളൂ. ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോ ഐ മീൻ നാടൻ പാട്ടുകൾ സാധാ പാട്ടുകളൊക്കെ പാടാത്ത ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് മനുഷ്യന്മാരല്ലല്ലോ. കേൾക്കാൻ പറ്റുമോ? അതിപ്പോ ചോദിച്ചാല് ഏത് പാട്ടാ വേണ്ടത്? ഏ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ പ്രമദവനം പറയും. ഏതപ്പം സഹി ഒരു ചേട്ടാ, പാട്ട് ഷൈജി ചേട്ടൻ ഒരു പാട്ട് ആ, പറയും. സഹി ചേട്ടന് ഷൈജി വേണ്ടി. ചേട്ടനൊക്കെ ഏത് പാട്ടാ പറയോളൂ എനിക്ക്. സഹി ചേട്ടാ നീ രാമകഥ ഗാനലയം പാടും. സൂര്യമനസ്സിലെ പാട്ട് അറിയാവോ? ഏതാ ആ തരളിതരാവിൽ? അതന്നെ അതന്നെ. അത് വേണേ പെട്ടെന്ന് ആ. അതിന് തരളിതരാവിൽ മയങ്ങിയോന്നാണോ? ആ. ലിറിക്സ് വേണോ? മയങ്ങിയോ Lyrics ആണ് കേൾക്കാം. സൂര്യമാനസം അത് തന്നെ. മിഴിയറി അതന്നെ അതന്നെ. വിതുമ്പിയോ? ഞാൻ ഇപ്പൊ എടുത്തു വേണ്ട 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 രണ്ടും അതാവുമ്പോ 4 നിർത്തേ. ഇത് ഞാൻ മൊത്തം പാടേണ്ടി വരും. തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം മിഴിയറിയാതെ വിതുമ്പിയോ. എന്തായിരുന്നു? ഞാൻ lyrics എടുത്ത് തരാതെ പറഞ്ഞതാണ്. ആ. ദൂരെ ദൂരെ വേറെ പാട്ടിക്കൊക്കെ പോവത്. ആ, അറിയാതലിഞ്ഞു നീ മാഞ്ഞു പോയില്ലേ നിലാവേ മായുമോ. ഇതേത് പാട്ട്? എനിക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഞാനിത് പാടിയിട്ട് വേറെ വേറെ എവിടെ ഏതെങ്കിലുമൊക്കെ പാടി അവിടുന്ന് വേറെ സ്ഥലത്ത് പോയി നമ്മൾ തനിച്ചാണല്ലോ, ബോധർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ബാത്റൂമിൽ നിൽക്കുമ്പോഴത്തേക്കും പാടുന്നത് പോലെ ഒരു ഫീല് വേറെ ഇല്ല. എന്നാൽ ബാത്റൂമിനകത്താണെങ്കിൽ നമ്മളെ പോലെ കിടിലം പാട്ടുകാരും വേറെ ഇല്ല. അതെ. പിന്നെ ഇതിപ്പോ നമുക്ക് പാടുമ്പോൾ അടിപൊളിയാന്ന് തോന്നും. പിന്നെ അയ്യോ ഞാൻ അന്ന് നമ്മുടെ പരിപാടിക്ക് പോയിട്ട് മറ്റേ ഗാനഗന്ധർവന്മാരൊക്കെ ഇരിക്കുകയാണ്. നമ്മുടെ ആ പരിപാടി ഫ്ലവേഴ്സിന്റെ മധുചേട്ടനൊക്കെ അല്ലേ? ആ അതെ, ഉണ്ണിച്ചേട്ടൻ പിന്നെ ജയചന്ദ്രൻ ചേട്ടൻ അവരെൻ്റെ അടുത്ത് പാട്ട് പാടാൻ പറയും. ഞാൻ എന്തെടുത്ത് പാടും? ഞാൻ ലാസ്റ്റ് ഇസ്രായേലിനാഥനൊക്കെ പാടി അത് ലാസ്റ്റ് ഉല്ലാസപ്പൂത്തിരിയായി. എൻ്റെ ഒരു മാസ്റ്റർ പീസ് അത്. എനിക്ക് ആകെ 2 വരികൾ കാണാൻ അറിയുന്നതാ. ലാസ്റ്റ് അവരുടെ അടുത്ത് അവിടെ നോക്കുമ്പോൾ ലൈവൊക്കെ ഉണ്ടല്ലോ, ആ ചെണ്ട മാത്രം കൊട്ടിയാൽ മതി. അവര് ഇങ്ങനെയൊക്കെ നോക്കണു ചെണ്ടേ, എനിക്കിന്റെ പേരറിയില്ലല്ലോ. ആ ഇൻസ്ട്രുമെന്റിൽ മാത്രം ഋതംപേടാണ്. എനിക്കിപ്പോഴും ചെണ്ടാന്ന് പറയാൻ മറ്റേ തബല പോലത്തെ തബല തന്നെ തോന്നുന്നുണ്ട്. തബല രണ്ടുള്ളത്. അതെ, അതിമ്മ കൊട്ടിയിട്ട് മറക്കാനുള്ള കാരണം നമ്മൾ ആകെ പാടി പഠിച്ചുള്ളത് ബക്കറ്റുമ്പോ കൊട്ടിട്ടാ സ്പീഡ് സാധനം. പാടിയത് ഞാൻ കണ്ടത്. അത് ഇറങ്ങിയാ അത് ഇറങ്ങിയെന്നറിയില്ല എനിക്ക്. സീത അത് ആണോ അവിടെ വെച്ച് റെക്കോർഡ് ചെയ്ത് അയച്ചായിരുന്നു. എന്റെ ഫാൻസ് ഒക്കെ ബേബിജി തരളിതരാവിൽ പാടിയതൊക്കെ. ആ അങ്ങനെ മ്യൂസീഷ്യനായല്ലേ? അതെ, ഈ എഴുത്ത് പരിപാടി റാപ്പറായി കൂടെ അതൊരു എനിക്കതൊരു റാപ്പിലേക്ക് എത്താൻ സാധിച്ചു. ഫേവറേറ്റ് മലയാള റാപ്പർ?
ഫേവറേറ്റ് മലയാള റാപ്പർ എനിക്ക് ബ്രോ അല്ലാതെ ഒരുപാട് അതെ മനസ്സിലായി. എനിക്ക് എൻ്റെ ഒരു ടൈപ്പിൽ എനിക്ക് സുൽത്താൻ എന്ന് പറഞ്ഞിട്ടൊരു റാപ്പർ ഉണ്ട്. ഹീസ് ഫ്രം ട്രിവാൻഡ്രം. സുൽത്താൻ. അപ്പം അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം അവനൊന്നും ഞങ്ങൾ രണ്ടാളും ഒരു ട്രാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവൻ നമ്മുടെ തീരമേ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടില്ലേ, തീരമേ, അതിൻ്റെ നമ്മൾ ഈ ഡ്രില്ല് എന്ന് പറഞ്ഞൊരു കൾച്ചർ ഉണ്ട്. ഈ ഓൾറെഡി റിലീസായ അല്ലെങ്കിൽ ഭയങ്കര ഐക്കണിക് ആയിട്ടുള്ള ട്രാക്കിൻ്റെ മ്യൂസിക് നമ്മൾ ഫ്ലിപ്പ് ചെയ്തിട്ട് ഡ്രില്ല് എന്ന് പറഞ്ഞിട്ട് ടൈപ്പാണത്. UK ഡ്രില്ല് എന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരു ട്രാക്ക് അവൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നാണ് ഞാൻ പിന്നെ അവൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത് എഴുതുന്നത് റിയൽ ലൈഫ് കണക്റ്റഡ് കാര്യങ്ങളാണ്. ഇപ്പോൾ പള്ളിയുടെ ബാക്കിൽ ചേരിത്തല്ല് ഇത്ര നാളും ഇവിടെ അങ്ങനത്തെ സാധനമൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ അവൻ ഒരു ഫേവറേറ്റ് ആണ്. പിന്നെ കുറേ പേരുണ്ട്. ഇതാണോ പുള്ളി സുൽത്താൻ? വേറെ സുൽത്താനായിരിക്കും. വേറെ സുൽത്താനാണ് അവൻ. അത്ര ഫേമസ് ഒന്നും ആയിട്ടില്ല, ബട്ട് ഐ ലവ് ഹിം. അടിപൊളി. ചേട്ടന്റെ റാപ്പറോ ചേട്ടാ? ചേട്ടൻ റാപ്പ് കേൾക്കാറുണ്ടോ? ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഞാൻ കൊച്ചായിരുന്നപ്പം ഞാൻ പറഞ്ഞില്ലേ നാഗ്പൂരിലായിരുന്നു ഞാൻ. അപ്പോൾ ആ സമയത്ത് ബാബാ സഹഗൽ എന്ന് പറഞ്ഞ ഒരാള്, അദ്ദേഹം അന്നത്തെ റാപ്പറായിരുന്നു. അദ്ദേഹം വന്നപ്പോഴാണ് ഇങ്ങനെ റാപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടി മ്യൂസിക്കിലുണ്ടെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ അദ്ദേഹം റാപ്പിന് ഫുൾ ഫോം കൊടുത്തിരുന്നത് രഹോ ആ പരേശാൻ. അതാണ് പരേശാൻ. ഇതാണ് ബാബാ സഹഗൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പുള്ളിയുടെ ഒരുപാട് പാട്ടുകളുണ്ട്. നമ്മുടെ അത് കോപ്പിഡാണ്. ഠണ്ട ഠണ്ട പാനി, അതൊരു ഫോറിൻ, അവരുടെ പേരെന്തായിരുന്നു മറന്നുപോയി. അവരുടെ ഒരു പാട്ടിന്റെ ട്യൂൺ തന്നെ പുള്ളി അതാക്കിയതാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ആൽബം ഉണ്ടായിരുന്നു. ആ ആൽബത്തിലെ പാട്ടുകളൊക്കെ അടിപൊളിയായിരുന്നു. പുള്ളി ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് പാടിക്കൊണ്ട്. അന്ന് എനിക്ക് അതിന്റെ ലിറിക്സ് ഒക്കെ അറിയായിരുന്നു. ഇപ്പൊ ഞാൻ മറന്നുപോയി മൊത്തം. കോപ്പിറൈറ്റ് അടിക്ക് സോണിയാണ്. സോണിക്കാരല്ലേ? അല്ല, ഇത് റാപ്പല്ല, ഇത് പുള്ളി തന്നെ പാടിയതല്ലേ? ഇത് റാപ്പല്ല. ഒരു ഠണ്ട ഠണ്ട പാനി ഠണ്ട പാനി എന്ന് പറഞ്ഞാണ് കിടന്നത്. കാർത്തിക് ബ്രോനെ സോണിക്കാരും തിങ്കാരൊക്കെ എടുത്തിട്ട് ഉടുക്കും. ഇതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കേൾക്കാതിരിക്കുക. സോണിക്കാർ അടുത്തൂടെ പോയാൽ മതി കേട്ടോ, കോപ്പിറൈറ്റ് ഒക്കെ അടിച്ചു തരും. ഞങ്ങൾ കോളേജ് ഉള്ള സമയത്ത് നമ്മൾ ഈ ചെറിയ ഈ ട്രോളുകളൊക്കെ ഇറക്കുമല്ലോ. ഈ ട്രോളുകൾ ഇറക്കാൻ ഈ യൂട്യൂബിൽ നിന്നൊക്കെ ഏതെങ്കിലും പടത്തിന്റെ പോർഷനൊക്കെ എടുത്തിട്ട് നമ്മൾ ട്രോൾ ഇറക്കുക. ഈ ഇറക്കുന്ന സമയത്ത് നമ്മളത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. അപ്പം തന്നെ പോകും. അത് ഏതൊക്കെയാണെന്ന് അറിയോ? നമ്മുടെ മിലേനിയത്തിന്റെ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊരു 6 സെക്കൻഡ് അങ്ങോട്ട് കിട്ടിയാൽ മതി. അവര് അത് അപ്പത്തേക്കും കണ്ടുപിടിച്ചെടുത്ത് വിട്ടോ, വീഡിയോ വേറെ കണ്ടുപിടിച്ചിട്ടോ എന്ന് പറയും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ആലോചിക്കുമ്പം അതിപ്പോഴും അത് കൈമാറി പോകുന്നുണ്ടല്ലോ അതിന്റെ അതോറിറ്റി. അവരത്രയും അപ്ഡേറ്റഡ് ആണ് എന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ നോക്കുമ്പോ മിലേനിയം അന്തക്കാലം വിട്ടുകളയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. എല്ലാത്തിനും കോപ്പിറൈറ്റ് അടിച്ചു ചേട്ടാ. അതെ, കാരണം അവരുടെ കഞ്ഞി വരുമാനം അതാണ്. അതെ, അവര് വല്ലാണ്ട് കഞ്ഞി കുടിക്കാറുണ്ട്, വല്ലാണ്ട് വരുമാനിക്കുന്നു. കാരണം നമ്മളൊരു 1 മണിക്കൂർ പടം ഇട്ടെന്ന് വെച്ചോട്ടോ, ഒരു വീഡിയോ ഇട്ടെന്ന് വെച്ചോ, അതിനകത്തൊരു 10 സെക്കൻഡ് ഇവരുടെ ഓഡിയോ വന്നാലും മതി, അതിന്റെ ഫുൾ റവന്യൂ ഇവർക്കാണ്. ചിലര് ഷെയറിംഗ് മോഡലാക്കും, പാതി കുറച്ച് നീ എടുത്തോ. അത് കുറച്ചുകൂടെ നല്ലതല്ലേ? അത് കുഴപ്പമില്ല. പിന്നെ ഇതെന്താണെന്നറിയോ, ഞങ്ങൾക്ക് ഇപ്പൊ ഞാനൊക്കെ എന്ന് പറയുമ്പം നമുക്കൊരു ആരും ഈ സീനേ പുതിയതാണല്ലോ, നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരാണല്ലോ. ഇപ്പോ പ്ലേ ബാക്ക് സിംഗിങ്ങും അല്ല. സോ ഇതിന്റെ ഈ കോപ്പിറൈറ്റിന്റെ കാര്യം നമ്മളെ ഡീൽ ചെയ്യുന്നത്, ഇത് ആരൊക്കെ എങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഡയറക്റ്റ് കണ്ടും കൊണ്ടും പഠിച്ചു. ഒരുപാട് പൈസ നഷ്ടപ്പെട്ട്, കോപ്പിറൈറ്റ് മാത്രമല്ല കുറെ പേര് പറ്റിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അതൊക്കെ. ഈ കോപ്പിറൈറ്റിൽ ചിലപ്പോൾ ഒരു 5 സെക്കൻഡിൽ 2 സെക്കൻഡ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എടുത്ത് മ്യൂസിക് എടുത്ത് ഫ്ലിപ്പ് ചെയ്ത് അത് ചിലപ്പം ഒരു നെറ്റ്ഫ്ലിക്സിന് അല്ലെങ്കിൽ ഇത്ര കോടിക്കൊക്കെ സെല്ല് ചെയ്യുന്നവരുണ്ട്. സെല്ലായ ചരിത്രങ്ങളുണ്ട്. ഒരു 5 സെക്കൻഡൊക്കെ എടുത്ത് ഫ്ലിപ്പ് ചെയ്ത് അല്ലെങ്കിൽ അത് എടുത്ത് ഇറക്കിയ ട്രാക്ക് ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു ഇതിനേക്കാളും ഇത്രയും ഏൺ ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരിക്കുക. പറയാൻ പറ്റില്ല. 2-3 സെക്കൻഡാണ് പോലും പറയാൻ പറ്റില്ല നമുക്ക്. അപ്പം നമുക്കത് അതുകൊണ്ട് അതിൻ്റെ ഒരു വേദന അറിയാം. നമ്മുടെ ഇപ്പോൾ ഒരു ഇച്ചിരി പോർഷൻ ആണെങ്കിൽ കൂടെ ഇപ്പം ഞങ്ങളൊരു ഇപ്പോൾ ഒരു ബീറ്റ് എല്ലാം അഡ്വാൻസ്ഡായി. ബീറ്റ് മേടിക്കുമ്പോൾ അത് അവരെവിടുന്ന് മേടിച്ചതാണ് എന്നുള്ളത് വരെ അവിടെ കറക്റ്റ് പെയ്ഡാണ്, എല്ലാം തരണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഇതേപോലെ ബീറ്റൊക്കെ മേടിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ആ സെയിം സാമ്പിൾ, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ തീരമേ തന്നെ പറയാം, വെറുതെ അതിന് ടൺ ടടടൻ ടൺ ടടടൻ ആ സാധനം ഉണ്ടല്ലോ, അങ്ങനെ പലതരം സാമ്പിൾസ് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ചിലപ്പോൾ ഫ്രീ സാമ്പിളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ബീറ്റ് തരാം.
അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്ത സംഭവമാണ്. അപ്പോൾ നമ്മളത് മേടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ ട്രാക്ക് ഇപ്പോൾ ബണ്ടാനയുടെ സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ അത് വേറെ 2-4 ട്രാക്കിൽ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. വേറെ ഇംഗ്ലീഷും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. സോ എവരിബഡി ക്യാൻ ബൈ ദാറ്റ് സാമ്പിൾ ഈസിലി. മേ ബി വി ഹാവ് ടു പേ ലിറ്റിൽ എമൗണ്ട്, അല്ലെങ്കിൽ ഫ്രീ ആയിരിക്കും. അപ്പം ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ അന്തർധാര കുറേ ഉണ്ട്. ആ, പുതിയൊരു അറിവായിരുന്നു കേട്ടോ. not a point. അതെ, ഇത് ബാബാ സൈക്കിളിന്റെ എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്നു. മറ്റേ മെഡോണ എന്ന് പറഞ്ഞ സിംഗറില്ലേ, സിംഗർ. അവരുടെ ഐസ് ഐസ് ബേബി ആ. എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. ടിൻ 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 അപ്പോൾ പുള്ളി ആ ടിൻ ടിൻ. സാധനം എടുത്തിട്ടാണ് ഈ ਠണ്ട ਠണ്ട പാനി ഉണ്ടാക്കിയത്. ഓ, എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് റാപ്പ് ചെയ്യും പുള്ളി, ഫാസ്റ്റ് ആയിട്ടുള്ള പരിപാടി പിടിക്കും. അത് ഭയങ്കര രസമായിരുന്നു. അന്ന് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. പുള്ളി ഭയങ്കര ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ഭയങ്കര ക്രിയേറ്റീവ്. അന്ന് അങ്ങനെ ചെയ്യാൻ അന്നത്തെ പരിപാടിയാണ്. കാലത്ത് ഉം. അന്നത്തെ കാലത്ത് ചേട്ടാ, ഞാൻ റാപ്പ് എന്നാ കേൾക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്താ ഈ കയ്യില് കുറച്ച് ഈ ഇന്റർനെറ്റ് ഒക്കെ അന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നവര്, ആ. എടോ അമേരിക്കയിൽ ഇതൊന്നുമല്ല, അവരുടെ റാപ്പാണ് ഇപ്പം. എന്നിട്ട് മറ്റേ എമിനം അങ്ങനെ കുറെ പേരുകളൊക്കെ എന്ന് പറയുമ്പോൾ എന്താ ഇത് സാധനം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് കയറി നോക്കുന്നത്. അപ്പം പടപടപടപടപടേന്നും പറഞ്ഞ് വാക്കുകളൊക്കെ പറക്കിയെടുക്കുന്നു. ഇന്റർനെറ്റ് കിട്ടിയിട്ട് ആദ്യം റാപ്പാണ് നോക്കിയത്. അത് റാപ്പല്ല അതും നോക്കി, അതും നോക്കി. പല കാര്യങ്ങൾ നോക്കുന്നതിന്റെ കൂട്ടത്തിൽ അതും അതും നോക്കി നോക്കി. അങ്ങനെ പറ. നമ്മൾ വഴി മാറി പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഈ റാപ്പ് എന്ന് പറഞ്ഞ സാധനമൊക്കെ തന്നെ അറിയുന്നത്. നോക്കിയപ്പോ സ്പീഡിലുള്ള പാട്ടാണെങ്കിൽ നമ്മുടെ പടകാളി ചെണ്ടിച്ചങ്കിരി പൊക്കരി പൊക്കരി നമ്മുടെ ഇവിടെ സ്പീഡിന് പാടുന്നുണ്ട്. പക്ഷെ അത് സെപ്പറേറ്റ് ഒരു സംഭവമായിട്ടൊക്കെ അങ്ങ് വന്ന് ഇപ്പോ ആക്ച്വലി നല്ലൊരു ബേസ് ഉണ്ട്. കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിൽ, പിന്നെ കേരളത്തിന് മുന്നേ തമിഴ്നാട് കയറിപ്പോയി. ഉം. പക്ഷെ ഇപ്പോ ഹാപ്പനിങ് കേരളത്തിലാണ്. ഇപ്പൊ സൗത്ത് happening ഇന്ത്യയിൽ അല്ലേ? കേരളത്തിലാണ് റാപ്പ് സീൻ ഹാപ്പനിങ്. ഇപ്പോൾ ഉം. നമുക്കത് കാണാൻ പറ്റും. ഉം. അവിടെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഉം. പിന്നെ അതേപോലെ ഇപ്പോൾ ഈ തിങ്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, തിങ്കിൻ്റെ കാര്യം നമ്മൾ മോഹിനിയാട്ടത്തിൻ്റെ നമ്മളെ മ്യൂസിക് അതായത് ഇപ്പോൾ തിങ്ക് എക്സാമ്പിൾ എടുക്കുകയാണ്. അതേപോലെ ഇപ്പോൾ സരിഗമ അങ്ങനെ കുറേ ഉണ്ടല്ലോ ചാനൽസ്. ഇത് ഇവർ ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റിന് ഒരു എമൗണ്ട് കൊടുത്ത് അവർ പാട്ടെടുക്കുന്നുണ്ട്. സോ അവർ അലൗ ചെയ്യുന്നുണ്ട് എന്ത്, ഉം. അവരിപ്പോൾ ഈ ഓൾറെഡി അവരുടെ കയ്യിലുള്ള പഴയ പാട്ടുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പം ഈ പഴയ യൂട്യൂബ് ചിലപ്പോൾ മിലേനിയം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ സോണി, ഇവരുടെ കയ്യിൽ ഒരുപാട് പഴയ പാട്ടുണ്ടാവും. ഉം. 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 അവർ അതിൻ്റെ കോപ്പിറൈറ്റ് കംപ്ലീറ്റ് അവരുടെ കയ്യിലാണ്. അവർ ഈ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകൾക്ക് അതിൻ്റെ സാമ്പിൾ ഉപയോഗിക്കാനുള്ള റൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഉം. ഇപ്പോൾ ഡിവൈൻ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, മുംബൈ ബേസ്ഡ്. കറക്റ്റ് എനിക്കറിയില്ല, നോർത്ത് ആ സൈഡ് തന്നെയാണ്, നോർത്ത് ആ ഒരു സൈഡ്. മറ്റേ ബാസീഗർ ഇല്ലേ, ബാസീഗറോ ബാസീഗർ, അതിൻ്റെ ഇത് വെച്ചിട്ട് സാമ്പിൾ വെച്ചിട്ടാണ്. സോ അവർ ആ ട്രാക്ക് ചെയ്തത് ആ സെയിം ലാബിലാണ്, ആ ഒരു ഇതിലാ തോന്നുന്നുണ്ട്, ചാനലിലേക്കാ തോന്നുന്നുണ്ട്. സോ അവർക്കത് കൊടുക്കാമല്ലോ. എന്തെങ്കിലും പുതിയൊരു സാധനം പഴയതുകൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കാം. കാരണം അതും നമ്മുടേക്കാണ് വരുന്നത്. ആണാണ് കാശ് വരുന്ന നമുക്കായോണ്ട് ആർക്കും ഇവിടെ കൊടുക്കാം. കാശിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചേട്ടൻ നിങ്ങൾ രണ്ടുപേരും ആക്ച്വലി ഇന്നിവിടെ എത്തിയേക്കുന്നത് മോഹിനിയാട്ടം എന്ന് പറഞ്ഞ മൂവി റിലീസ്, എനിക്കൊന്ന് ഇത് ഇറങ്ങുമ്പോൾ മൂവി റിലീസായി. അതെ അതെ അതെ, അപ്പോൾ അതിന്റെ കാര്യങ്ങളൂടെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചേട്ടൻ കോ പ്രൊഡ്യൂസൂടെ ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയാണ്. ആദ്യത്തത് ഭരതനാട്യം. ഇത് ഭരതനാട്യത്തിന്റെ സെക്കൻഡ് Second പാർട്ടായിട്ട്. ചേട്ടൻ എങ്ങനെയാട്ടാ ഈ പ്രൊഡക്ഷനിലോട്ട് ഇറങ്ങുന്നത്? സിനിമയിലോട്ട് കയറിയത് നമ്മൾ അതെ നേരത്തെ അതെ അതെ കേട്ടായിരുന്നു. അല്ല ഇത് ആദ്യം എന്നെ ഒക്കെ സിനിമയൊക്കെ എടുത്ത് നോക്കണം. അതായത് ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം ആ, എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. ഒരെണ്ണം മാത്രം. ഒരു നിർമ്മാതാവ്, ഐ മീൻ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഒരു സിനിമ നിർമ്മിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് വേറെ സിനിമയുടെ ഒരു ഡിപ്പാർട്ട്മെന്റിലും എനിക്ക് താല്പര്യമില്ല. അഭിനയം തന്നെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതും. ബാക്കിയുള്ള ഒന്നും എനിക്ക് അതിനുള്ള തലയും ഇല്ല, പേഷ്യൻസും ഇല്ല, ഒന്നുമില്ല. സോ ഒറ്റ സിനിമയെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നതാണ് ഞാൻ. അപ്പം എൻ്റെ മനസ്സിൽ എപ്പോഴും ചിൽഡ്രൻസ് ഫിലിം ചെയ്യുക എന്നുള്ളതായിരുന്നു. അതായിരുന്നു എൻ്റെ ആഗ്രഹം, കുട്ടികളുടെ ഒരു സിനിമ. അപ്പം എന്താണ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പടം. അതായത് ഭയങ്കര ക്യൂട്ട്നെസ് ആയിരിക്കുമല്ലോ. അപ്പം എന്താണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ പിള്ളേരെയൊക്കെ വെച്ചൊരു സിനിമ. ഇതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതിങ്ങനെ ബാക്ക് ഓഫ് ദ മൈൻഡ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പലരും ഈ ഒരു ഇപ്പോൾ ഭരതനാട്യം ചെയ്യുന്നതിൻ്റെ ഒരു 5-6 വർഷം മുമ്പൊക്കെ, കോവിഡിനൊക്കെ മുമ്പൊക്കെ എന്നോട് പലരും പറഞ്ഞ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് സിനിമ ചെയ്യാമെന്നൊക്കെ. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു സബ്ജക്റ്റും കിട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് ഇപ്പം എന്താ സംഭവിച്ചാൽ നമ്മളൊരു പാർട്ട്ണർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പേഴ്സണലിയും നല്ലപോലെ അറിയുന്ന ഒരാളായിരിക്കണം.
അപ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് കടക്കുമ്പോഴത്തേക്കും. എനിക്ക് ബിസിനസ് ആക്ച്വലി അറിയില്ല. എൻ്റെ ബ്ലഡിൽ ബിസിനസ് ഇല്ല. എൻ്റെ ബ്ലഡ് ഇപ്പം എൻ്റെ അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. എൻ്റെ ഒരു ജോബ് ഓറിയന്റഡ് ആയിരുന്നു ആദ്യം. യെസ്, ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അഭിനയം എവിടെയോ ഉണ്ടായിരുന്നു ചേട്ടാ. അല്ല, അഭിനയം നമ്മൾ ഒരേ കാര്യം തന്നെ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കലി പോളിഷ് ആകുമല്ലോ. അപ്പോൾ അങ്ങനെ പോളിഷ് ആയ ഒരു ആക്ടറാണ് ഞാൻ. അതൊരു എൻ്റെ ഇൻബോൺ ടാലന്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. പഠിച്ചെടുത്തതാണ് ചേട്ടാ. യെസ്, ഡെഫിനറ്റ്ലി അത് പഠിച്ചതാണ്. എക്സ്പീരിയൻസ് കൊണ്ട് അത് സംഭവിച്ചു പോയതാണ്. കാർവ് ചെയ്ത്. അതെ. അപ്പോൾ ദാസൻ ഓസ്ലർ എന്ന് പറഞ്ഞ പടം നടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അടുത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ഊമയാണ്. അപ്പോൾ എനിക്ക് ഡയലോഗ്സ് ഒന്നുമില്ല, ഞാൻ എക്സ്പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ബ്രേക്ക് സമയത്ത് വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ തൃശ്ശൂർ ഒരു ഏകദേശം 5 ദിവസം ഉണ്ടായിരുന്നു. 5 ദിവസം 5 കഥകൾ കേട്ടു, ബ്രേക്കിലൊരു കഥ. അങ്ങനെ കേട്ട കഥയാണ് ഭരതനാട്യത്തിൻ്റെ. അപ്പോൾ കൃഷ്ണ അല്ലല്ല, ഒരു ദിവസമല്ല, ഐ മീൻ 5 ദിവസം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഓരോ കഥ, 5 കഥ ഞാൻ കേട്ടു ആ ഷെഡ്യൂളിൽ. അപ്പോൾ അതിൻ്റെ അകത്തൊരു കഥ കൃഷ്ണദാസ് പറഞ്ഞതാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കൃഷ്ണദാസ് പോയി. പിന്നെ അരുൺ വൈഗ എന്നോടൊരു കഥ പറഞ്ഞിരുന്നു. ആ സമയത്തല്ല, അതിന് മുമ്പ് പറഞ്ഞിരുന്നു. അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കഥയാണ്. അപ്പോൾ നമ്മളിത് കഥകൾ കേട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്ത് വയ്ക്കും. ബട്ട് ഇത് പ്രൊജക്റ്റ് ആയിട്ടില്ല. ഐ മീൻ പ്രൊജക്റ്റ് ആയിട്ടുള്ള വെച്ചാൽ ഒരു പ്രൊഡ്യൂസർ ആയിട്ടില്ല രണ്ടിനും. അങ്ങനെ ഇരിക്കുമ്പോൾ ആ വർഷം ഞാൻ ഫാമിലി ആയിട്ട് ദുബായിൽ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ തോമസ് ചേട്ടൻ, നമ്മുടെ പാർട്ട്ണർ ഇപ്പോഴത്തെ തോമസ് തിരുവല്ല, പുള്ളിയുടെ വീട്ടിൽ ലഞ്ചിന് വിളിച്ചു എന്നെ ഫാമിലി. ഞാൻ അവിടെ ചെന്ന് ലഞ്ച് കഴിച്ചതിന് ശേഷം പുറത്ത് നിൽക്കുമ്പോഴത്തേക്കും തോമസ് ചേട്ടൻ പറഞ്ഞ് ഏതെങ്കിലും നല്ല കഥ കേട്ടോന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഇത് ജനറലി ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പുള്ളി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല, ജനറലി. അപ്പോൾ ഒരു ചേട്ടൻ 2 നല്ല കഥകൾ ഞാൻ ഫിൽട്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് അരുൺ വൈഗ, ഗുണ്ടജയൻ്റെ ഡയറക്ടർ ചെയ്തതാണ്. അപ്പോൾ അത് പറഞ്ഞു. രണ്ടാമത്തത് ഇത് പറഞ്ഞു. അപ്പോൾ ഇത് കൊള്ളാമല്ലോ സാധനം. ഞാൻ ചേട്ടാ മറ്റേത് നല്ലതാണ്. അപ്പോൾ പുള്ളി അത് കയറി പിടിച്ചില്ല. എന്നുവെച്ചാൽ നൈറ്റ് ഷൂട്ട് കുറേ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആകെ ഒരു ദിവസമൊക്കെ നൈറ്റ് ഉണ്ട് ഉള്ളു. അപ്പം ഇതെനിക്ക് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ചേട്ടാ കേൾക്കാം. അപ്പം തോമസ് ചേട്ടൻ്റെ മെഹൂ മുസയിലും പിന്നെ എന്നെ വെച്ച് പാപ്പച്ചനുള്ളിലാണ് സിനിമയും പുള്ളി പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു. സോ ഐ നോ ഹിം വെരി വെൽ ആസ് എ പേഴ്സൺ ഓൾസോ. ഞാൻ പിറ്റേ ദിവസം പാക്കൊക്കെ ചെയ്തിരിക്കുകയാണ് എയർപോർട്ടിലേക്ക് പോകാൻ. ഞാൻ തോമസ് ചേട്ടനെ പിന്നെ ഇതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടി വിളിച്ചില്ല. അപ്പോൾ തോമസ് ചേട്ടൻ എന്നെ വിളിച്ചു, പാക്കിങ് കഴിഞ്ഞോന്ന് ചോദിച്ചു. സൈജു അവരോടൊന്ന് പറഞ്ഞേക്കുക ഡയറക്ടറോട്, എനിക്ക് കഥ കേൾക്കണം, ഞാൻ ജാനുവരിയിൽ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ നൗ ഐ നോ ദാറ്റ് ഹി ഈസ് സീരിയസ് അബൌട്ട് ദിസ്. അങ്ങനെ പിന്നെ പുള്ളി വന്നു. എൻ്റെ ഓഫീസിൽ ഇരുന്ന് തോമസ് ചേട്ടനും ഞാനും പിന്നെ ജിതേഷ് അഞ്ജുമന എന്ന് പറഞ്ഞ അവിടെ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു കൃഷ്ണദാസ് കഥ നരേറ്റ് ചെയ്യുന്നു. ഉടനെ തന്നെ നരേറ്റ് ചെയ്തപ്പോൾ തന്നെ തോമസ് ചേട്ടൻ എണീറ്റ് ഒന്ന് കൈ കൊടുത്തു. നമ്മൾ ചെയ്യുന്നു ഇത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ പുള്ളിയുടെ സ്റ്റാഫിനെയൊക്കെ വിളിച്ചിട്ട് പുള്ളി പറഞ്ഞു ഇങ്ങനെ ഒരു പടമുണ്ട്, ഇത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ ഇദ്ദേഹമാണ്, ഡയറക്ടർ ഇതാണ്. അപ്പോൾ കോർഡിനേഷൻ തുടങ്ങിക്കോ, ആരൊക്കെയാണ് ആക്ടേഴ്സ് മനസ്സിൽ, ക്യാമറമാൻ ആരാണ്. അപ്പം ദാസൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഓരോ ആൾക്കാരെ അപ്പം തന്നെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദാസനും ജിതേഷും കൂടെ പോയി. പെട്ടെന്നാണ് എനിക്ക് തോന്നിയത് ഇതായിരിക്കും ചിലപ്പോൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ട പടം. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പടമാണ് ബേസിക്കലി. ക്യൂട്ട്നെസ് വിട്ടൊരു കളിയില്ല. അപ്പം ബിക്കോസ് എനിക്ക് ഈ ഫീൽ ഗുഡ് മൂവീസ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. എന്ന് വെച്ച് മറ്റേ ആക്ഷൻ മൂവി, ഹൊറർ മൂവി ഇഷ്ടമല്ലെന്നല്ല. എനിക്ക് പക്ഷേ ക്യൂട്ട് മൂവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഫാമിലി ഫീൽ ഗുഡ് മൂവി. അപ്പോൾ ഇത് ഞാൻ ചെയ്താൽ നല്ലതായിരിക്കും. ഓക്കെ. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലത് വിചാരിച്ച് ഇവർ ചിലപ്പം എൻ്റെ ഓഫീസ് പനമ്പിളി നഗറിൽ ചിലപ്പോൾ പലരോട്ട് എത്തിയേ കാണുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ തോമസ് ചേട്ടൻ്റെ ഓഫീസിൽ നിന്ന് പറയുകയാണ്, ചേട്ടാ ഇതിൻ്റെ അകത്ത് ഞാനും കൂടെ കോ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ എന്ന്. അപ്പോൾ ഒരു 5 സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ പ്രൊജക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യില്ല. എന്നുവെച്ചാൽ പുള്ളിയുടെ ആൻസർ 5 സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ പുള്ളി സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞ് അടിപൊളി, നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന്. മറ്റേതല്ലെങ്കിൽ തന്നെ തിങ്ക് ചെയ്തിട്ട് പറയുന്ന ഒരു സാധനം നമുക്കൊരു സംശയം വരും. അപ്പോൾ തന്നെ ഞാൻ വിളിച്ച് ദാസൻ്റെ പറഞ്ഞു, ദാസൻ ഞാനും ഉണ്ട്, പ്രൊഡ്യൂസർ കുപ്പായ ഇടാൻ പോവാണ്, ഞാനും ഈ സിനിമയിൽ പ്രൊഡ്യൂസറാണ്. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രീം അപ്പോൾ ഒരു സിനിമ ചെയ്തു. അപ്പോൾ എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞിരുന്നു, സൈജു പ്രൊഡ്യൂസ് ചെയ്യൽ വളരെ എളുപ്പമാണ് ഒരു സിനിമ. ഓക്കെ, പാർട്ട്ണർഷിപ്പിൽ നമുക്കത് ചെയ്തു പോവാം. പക്ഷേ ആ സിനിമ തിയേറ്ററിൽ വർക്കൗട്ട് ആകണം. അതായില്ലെങ്കിൽ പിന്നെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ പടം റിലീസായി, പടം ഓടിയില്ല തിയേറ്ററിൽ. അപ്പോൾ എനിക്ക് ഇതാണ് എൻ്റെ ഓർമ്മയിൽ, അയ്യോ ഇനിയിപ്പോൾ അത് ആകെ പ്രശ്നമായല്ലോ. പക്ഷേ പടം പിന്നെ 27ാമത്തെ ദിവസം നമ്മൾ ആമസോണിലൊക്കെ സ്ട്രീം ചെയ്യാൻ തുടങ്ങി.
ആമസോണാണ് എടുത്തത്. Prime- ആമസോണിൽ Prime- നമ്മുടെ പ്രൈമിലായിരുന്നു. ആമസോൺ പ്രൈമിൽ, ആമസോൺ പ്രൈം. പ്രൈം വീഡിയോയിലും, പിന്നെ നമ്മുടെ മഴവില്ലുണ്ടായിരുന്നു, മനോരമ മാക്സിലും ഉണ്ടായിരുന്നു. സോറി മനോരമ മാക്സിലുണ്ടായിരുന്നു, ആ. പിന്നെ സിംപ്ലി സൗത്ത്, നമ്മുടെ ഓവർസീസ്. ഓ, ഓക്കെ. സോ ഇതിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് പിന്നെ ഒരു ഒറ്റ കയറ്റം കയറി. ആ. അപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഓക്കെ, സംവെയർ ഇറ്റ് ബിക്കേം എ ഹിറ്റ്. അതെ. ഇപ്പോൾ തിയേറ്റർ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പോലും OTT ഒരു മേജർ പ്ലാറ്റ്ഫോം ആണല്ലോ, അവിടെ സക്സസ് ഉറപ്പായിട്ടും. കിട്ടി നമുക്ക്. അപ്പോൾ ഒരു സമാധാനം കിട്ടി. അപ്പോഴാണ് തോമസ് ചേട്ടൻ പിന്നെ ഇവിടെ വർക്കൗട്ട് ആയപ്പോഴത്തേക്കും തോമസ് ചേട്ടൻ ദാസനെ വിളിച്ച് പറഞ്ഞു, നമുക്കിതിൻ്റെ സെക്കൻഡ് പാർട്ട് ആലോചിച്ചുകൂടെ എന്ന്. അപ്പോൾ ദാസൻ പറഞ്ഞു, ചേട്ടാ നമ്മൾ കറക്റ്റ് ഒരു സ്റ്റാർട്ട് ടു ഫിനിഷ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്തതിൻ്റെ നീ ഒന്ന് ആലോചിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ദാസൻ ഈ പ്ലോട്ട് പറഞ്ഞു, മോഹിനിയാട്ടത്തിൻ്റെ. അത് ഭയങ്കര രസകരമായ പ്ലോട്ട്. ആ. അപ്പോൾ പിന്നെ നാച്ചുറലി ഞാൻ ഇതിൻ്റെ പ്രൊഡ്യൂസറായിരുന്നല്ലോ, കോ പ്രൊഡ്യൂസർ. അപ്പം ഇതിൻ്റെയും കൂടെ പ്രൊഡ്യൂസർ ഞാനായി. അപ്പം ഇനിയിപ്പോൾ എൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ, മോഹിനിയാട്ടം വർക്കൗട്ട് ആവുകയാണെങ്കിൽ എന്നെ ഒരു ഇതുമില്ലാണ്ട്, അതായത് ഹരിഹരൻ സാറ് എൻ്റെ റിലേറ്റീവ് അല്ല, എൻ്റെ അച്ഛൻ്റെ സുഹൃത്തല്ല, ഒന്നുമല്ല. എന്നെ ആദ്യമായിട്ട് കാണുന്നു, എന്നെ കാസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ പുള്ളി ഒരു പുതിയ ആളെ കൊണ്ടുവരുവാണ് ഇൻഡസ്ട്രിയിലേക്ക്. എനിക്ക് അങ്ങനെ പുതിയ ആൾക്കാരെ, ആക്ടേഴ്സ് ആയിക്കോട്ടെ, ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, എനിക്കും പടങ്ങൾ ചെയ്യണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് സക്സസ് കിട്ടണം. സക്സസ് കിട്ടണമെന്ന് വെച്ചാൽ റവന്യൂ കിട്ടിയാലേ നമുക്ക് അടുത്തൊരു പടം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മോഹിനിയാട്ടം വർക്കൗട്ട് ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പടങ്ങൾ ചെയ്യും. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, ഇനി ഉൾട്ടയാണെങ്കിലോ ഒന്നും ഞാൻ പറയുന്നില്ല, ചില അത് ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇത് ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് തന്നെ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. നല്ലതായിരുന്നു ചേട്ടാ. ആട് 1 തിയേറ്ററിൽ അത്ര നല്ലതായിട്ട് പെർഫോം ചെയ്തൊരു മൂവി അല്ലായിരുന്നു. അതെ. പക്ഷെ OTT എത്തിയപ്പോഴത്തേക്കും ആൾക്കാരത് എക്സാക്ട്ലി സ്വീകരിച്ചു. ഇപ്പോൾ ചില പടങ്ങൾ തിയേറ്ററിൽ ഭീകരമായിട്ട് പെർഫോം ചെയ്യുന്നത് OTT വരുമ്പോഴത്തേക്കും ഭയങ്കര ക്രിറ്റിസിസം കിട്ടും. അതെ, അത് സംഭവിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇതിന് OTT വഴിയാണെങ്കിലും യൂട്യൂബിലുണ്ടോ ചേട്ടാ? യൂട്യൂബിൽ ഇപ്പം ഒരു മാസം മുമ്പ് വന്നു. അതിന് തന്നെ 13 lakh വ്യൂസ് കഴിഞ്ഞു. 1.3 മില്യൺ അതെ. വ്യൂസ് വന്നിട്ടുണ്ട്. അടിപൊളി. 2 മണിക്കൂർ മൂവി 13 ലക്ഷം ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. വലിയ കാര്യമാണ് കേട്ടോ. അത് നല്ലൊരു ഇതാണ്. കാരണം നമ്മൾ ഒന്നും പറഞ്ഞ് ജിങ്സ് ഒന്നും ചെയ്യണ്ട, ആ തിയേറ്ററിലോട്ട് വരട്ടെ. തിയേറ്ററിലോട്ട് എത്തി. ആക്ച്വലി ഇത് കാണുമ്പോൾ, നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ പടം കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ പറയണം എന്തൊക്കെ പറഞ്ഞാലും. ഇപ്പം ഒരു കമ്മിങ് ഡേയ്സിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഒരു ദിവസം സാധാരണ കാണുന്നതിനേക്കാളും കൂടുതൽ ഒരു 10 പേരെങ്കിലും കൂടുതൽ ഒരു സെയിം ഡേ സെയിം ടൈം അല്ലെങ്കിൽ ഇപ്പോൾ ഭരതനാട്യം കാണുന്നുണ്ടാവും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഒരു 5 പേരെങ്കിലും ഇപ്പം ഭരതനാട്യം കാണുന്നുണ്ടാവും, അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കിയിട്ട്. കാരണം ഞാനൊക്കെ ഇത് എന്തുകൊണ്ട്, കാരണം നമ്മൾ ഒരുപാട് ഭയങ്കര വലിയ ബാനറിൽ വന്ന പടങ്ങളൊക്കെ കാണുമ്പോൾ എന്നൊക്കെ നോക്കുമ്പോൾ ഇതൊരു കുഞ്ഞി പരിപാടി, എന്ത് ഭംഗിയിലെടുത്ത് വെച്ചേക്കണേ. അപ്പം ഞാനൊട്ടും പ്രതീക്ഷിക്കണില്ല. ദാസേട്ടൻ വരുന്നു, കഥ പറയുന്നു. ഞാൻ മൂവിയുടെ അത്ര വലിയ പരിചയമില്ല, ഒരു 2 മൂവി കഴിഞ്ഞു എന്നല്ലാതെ. പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനൊരു പിഴവ് പോലുമില്ല എന്ന് പറഞ്ഞ പോലെ. അല്ല, ഞാൻ ജസ്റ്റ് ഒരു മെറ്റഫറിക്കലി പറഞ്ഞതാ. പക്ഷെ നമുക്കത് ഇതിൽ എന്താ കുഴപ്പം? നല്ല രസമുണ്ടല്ലോ, നല്ലൊരു പരിപാടി, ഭയങ്കര ചില്ലായിട്ടിരുന്ന് കാണാൻ പറ്റിയ പരിപാടി, ഫാമിലിനായിട്ട് കാണാൻ പറ്റിയ പരിപാടി. അപ്പം മോഹിനിയാട്ടം ഒരു തുള്ളി ചോര വീഴാതെ ഒരു കൊലപാതക കഥയാണ് മോഹിനിയാട്ടം, അല്ലേ? ക്രൈം ത്രില്ലറാണ്. പക്ഷെ ഒരു തുള്ളി ചോര നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതാണ് ആ പടത്തിന്റെ പ്രത്യേകത. കാർത്തിക ഉണ്ടായിരുന്നോ? ഭരതനാട്യം കാണാനുള്ള ഗ്യാപ്പ്. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് കാണുവാണെങ്കിൽ, ഞാൻ എപ്പോഴെങ്കിലും ഉടനെ തന്നെ കാണും. നമ്മുടെ ഇത് ഭയങ്കര ഷോർട്ട് നോട്ടീസിലായി പോയതാണ്, ഞാൻ കണ്ടിട്ടേ വരുവുള്ളായിരുന്നു. അതിന്റെ അടിയിൽ വന്നിരിക്കുന്ന കമന്റ്സ് ഒന്ന് നിങ്ങൾ വായിച്ചാൽ മതി. ഭരതനാട്യത്തിന്റെ അടിയിലല്ലേ? അതെ, സിനിമയുടെ അടിയിൽ വന്നിരിക്കുന്ന കമന്റ്സ്, അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രമാത്രം ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന്. ഭരതനാട്യം മൂവിയുടെ അല്ലേ ഏട്ടാ? നമുക്കിപ്പോ തന്നെ എടുത്ത് നോക്കാമല്ലോ. ഭരതനാട്യം അടിക്കുമ്പോ തന്നെ നാട്ടിലുള്ള എല്ലാവരുടെയും ഡാൻസ് വരും. ഭരതനാട്യം. ഓക്കെ. സ്പീഡ് ഓഡിയോ ആൻഡ് വീഡിയോ 1.7 മില്യൺ ആയി കേട്ടോ. 7 ആയല്ലേ? ഓക്കെ, 7 ആയി. 1500 കമന്റ് ഉണ്ട്. മോറൽ ഓഫ് ദ ഫിലിം, ഒറ്റ സീനിൽ ആരും അറിയാത്തത് കൊണ്ട് നല്ല രസം. അത് വേറെ തോന്നുന്നു, അത് വേണ്ട. ഭരതനാട്യം 2 ട്രെയിലർ കണ്ട് വന്നവരുണ്ടോ? കമന്റ് നോക്കി കാണുന്നവർ ധൈര്യമായി കണ്ടോളൂ, നല്ല മൂവിയാണ്. ഇതിലെ സൈജു ഗ്രൂപ്പിന്റെ ക്യാരക്ടർ നല്ല മനസ്സാണ്, ഇതുപോലുള്ള മനുഷ്യരും ഈ ലോകത്തുണ്ട്. ആണോ കേട്ടോ?
ഇങ്ങനെയൊക്കെ ഫിലിം റിലീസായാൽ കുറച്ച് അഡ്വർടൈസ് ഒക്കെ ചെയ്യണം, അല്ലാതെ ആളുകൾ അറിയില്ല എന്ത് നല്ല സിനിമയാണിത്. അതെ. അഡ്വർടൈസ് ആ ഒരു ചെയ്തില്ലായിരുന്നു. സാധനം അല്ലല്ല. പടം കണ്ടു കഴിയുമ്പോ എല്ലാവർക്കും ഉണ്ടാവും. അത് ആ. അഡ്വർടൈസ് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ആ സിനിമയുടെ ബഡ്ജറ്റിന് വേണ്ട അഡ്വർടൈസ്മെന്റ് ചെയ്തു. മേ ബി ഇപ്രാവശ്യം നമ്മൾ കൂടുതൽ ചെയ്തു, കാരണം ഇത് 3 മടങ്ങ് വലിയ സിനിമയാണ്, 3 മടങ്ങ് വലിയ ബഡ്ജറ്റുള്ള സിനിമയാണ് ഭരതനാട്യത്തെക്കാളും. ഇതിനെക്കാളും. അതെ അതെ. മഞ്ജു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, മഞ്ജു ചേച്ചി ഇതിനകത്ത് എന്തോ ആ മൂത്ത ചേച്ചിയായിട്ട് മൂത്ത cast ചെയ്തിരുന്നു. ചേച്ചിയായിട്ട് കാസ്റ്റ് അതെ, ചെയ്യാനായിട്ട് അതെ. ചേച്ചിക്ക് എന്തോ അത് വേറെ ഏതോ പടം അതെ ചെയ്യുമായിരുന്നു. വർക്കൗട്ട് ആയി പോയില്ല എന്ന് ചേച്ചി അതെ, അതെ. പറഞ്ഞായിരുന്നു. മഞ്ജു പിള്ള. മഞ്ജു പിള്ള. മഞ്ജു പിള്ള മനസ്സിലായി ഹോമിലൊക്കെ അതെ അതെ. കമന്റ് വായിച്ച് കാണാമെന്ന് വിചാരിച്ചപ്പോൾ ഫുൾ പോസിറ്റീവ് കമന്റ്, എന്നാ പിന്നെ കണ്ടേക്കാം. ഇതൊക്കെ എന്ത് കമന്റ് ആണ്? ഓയ് കാള് കമന്റ് ബോക്സ് ഫുൾ പോസിറ്റീവ് ആണല്ലോ, ഒരു നെഗറ്റീവ് കമന്റ് പോലുള്ള. പടം കണ്ടപ്പോൾ കാര്യം മനസ്സിലായി. ജെനുവിൻലി ചേട്ടാ, ഒരു കമന്റ് ബോക്സിൽ ഇങ്ങനെ പോസിറ്റീവ് വരുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. അതെ, അതെ, അതെ. സ്ഥിരമായി വീഡിയോ ഇടുന്ന ഒരാളാണെന്നുള്ള രീതിയിൽ എനിക്ക് ആധികാരികമായി പറയാം ഇതിനെ പറ്റി. അപ്പോ ഇത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ ജനങ്ങൾ അറിയുകയും കൂടെ വേണം. ഉം. അതെ ഒരു പുതിയ മൂവി സെക്കൻഡ് ആയിട്ട് ഇറങ്ങുന്നുണ്ട്. അത് ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്നാക്കി. ഭരതനാട്യം മോഹിനിയാട്ടം. അത് നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കിയാലോ? തീർച്ചയായും. ധൈര്യമായിട്ട് കോപ്പിറൈറ്റ് അടിക്കില്ല, കോപ്പറേറ്റ് നമ്പർ 2 കോപ്പിറൈറ്റ് അടിക്കില്ല എന്ന് നിങ്ങളുടെ PRO പറഞ്ഞത് പ്രമാണിച്ച് ഞാൻ ട്രെയിലർ ഇടുകയാണ്. ഇവിടെ വെച്ചാൽ കാണാവോ? യെസ് ഫുൾ സ്ക്രീൻ. താഴെയുള്ള അനീച്ചാർക്ക് സിനിമയിൽ ഒരു കണ്ണുണ്ടായിരുന്നു. ഇപ്പൊ അവൻ സംവിധായകൻ ജിത്തു ജോസഫിന്റെ കൂടെ കൂടിയിട്ടുണ്ട്. ദൃശ്യം 4 വല്ലോണാ? ഇതില് ജോർജ് കുട്ടി ഇല്ലാത്ത സമയത്ത് ക്ഷണിക്കപ്പെടാത്ത മറ്റൊരു അതിഥി വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഞാനും കൂടെ അല്പനേരം നീണ്ട പിടിവലിയിൽ അദ്ദേഹം നമ്മളെ വിട്ട് പിരിയുന്നു. കൊലപാതകോ? എടാ അത് ബേബി സീനാണത്. ഫുള്ളാണ്. അത് കണ്ടിട്ട് അതെ, അതെ. മനസ്സിലായി. ഇപ്പൊ ആരിടാന്നാണ് ആലോചിച്ച ആദ്യം. അവന്റെ അതെ നമ്മള് ഇനിയിപ്പോ മുടിയൊക്കെ വെട്ടി. ആൾക്കിനി ആർക്കും മനസ്സിലാവാണ്ട് പോകുന്നുള്ളൊരു വിഷമമുള്ളൂ. ആ പയ്യൻ അടിപൊളിയായിരുന്നു. അല്ല, അതിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നീ തന്നെയാണെന്നുള്ള ഉറപ്പിക്കുന്നു. നീണ്ട പിടിവലിയിൽ അദ്ദേഹം നമ്മളെ വിട്ട് പിരിയുന്നു. കൊലപാതകോ? ഇവിടെ ഇട്ടോ കൊലയാണ്. ഉടനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ അത് അവിടെ കിടന്ന് ചീത്തയാവും. എന്തൊക്കെയാ അവിടെ സംഭവിക്കുന്നത്? ഒരു സെറ്റ് കൊലയാളികള്, ഒരു ശവം. നമ്മുടെ ഈ അവസ്ഥയൊക്കെ മനസ്സിലാക്കി നമ്മളെ സഹായിക്കാൻ ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഭ്രാന്ത് മാറിയതല്ലേ? നമ്മള് മാത്രമല്ല, വേറെ ആൾക്കാരുണ്ട് അവന്റെ ലിസ്റ്റിൽ. പൊന്നെ എത്ര കാലമായെന്നറിയാവോ സുരാജേട്ടന് ഒരു കോമിക്കൽ റോളിലൊന്ന് കാണാൻ ആഗ്രഹിച്ചിട്ട്. കഴിഞ്ഞ വർഷം സുരാജ് നമ്മുടെ പടം മാത്രമേ മലയാളത്തിൽ ചെയ്തിട്ടുള്ളൂ. ചെയ്തോളൂ അല്ലേ? അതെ. ഫുൾ തമിഴ്നാട്ടിൽ പോയി കിടക്കണം. എന്നാ തിരിച്ചു വാണ. എന്റെ ദൈവമേ, അപ്പൊ ഒരു വണ്ടി നിറച്ച ആളുകളാണ് ഈ പടത്തിൽ ധ്യാനത്തിന് പോണത്. രണ്ടമ്മമാരിൽ ഒരേ ചായയുള്ള 2 മക്കളോ? അതെ, അങ്ങനെയൊക്കെ പറ്റുമോ? എന്റെ അച്ഛന് പറ്റി. ഇവനീ പറഞ്ഞതിൽ എന്തേലും കള്ളത്തരം ഉണ്ടെങ്കിൽ അവനിപ്പോ തിരിഞ്ഞു പോകും. അവൻ നല്ല A ക്ലാസ് ഉടായിപ്പാ സാറേ. ജഗദീഷ് ഏട്ടൻ ഉം. പോരെ ദ്രോഹിക്കണ്ടല്ലോ. വേണം. ഇതൊക്കെ വലിയ റിസ്കാ. ഏയ് അതൊക്കെ തുടക്കത്തിൽ തോന്നാ. ഇന്നായി കഴിഞ്ഞ പിന്നെ ഭയങ്കര ത്രില്ല. ഇതെങ്ങാനും പുറത്തിറങ്ങിയാലുണ്ടല്ലോ കുടുംബത്തോടെ തോന്നും. ഇവിടെ വഴിപോക്കല്ല. എന്തെങ്കിലും ഹെൽപ്പ് വേണോ അങ്കിൾ? എന്തൊരു സിമ്പിൾ ആണ് ഈ ഫാമിലി. ആഹാ അർപ്പുതം. അത്ഭുതം. മകയിച്ചി ഇതിന്റെ ഈ ക്ലൈമാക്സിൽ ജോർജ് കുട്ടിയും ഫാമിലി അകത്ത് പോണ വല്ലതുമാണോ? മിക്കവാറും. അയ്യേ, ആ ജോർജ് കുട്ടിനെ ഒന്നതിന്ന് ഊരിക്കൊണ്ടുവരാൻ പറ്റുമോ? ഫാമിലി മൊത്തം അകത്ത് പോയിക്കോട്ടെ, അവറ്റകളൊക്കെ ഉണ്ടല്ലോ ഉപദ്രവോ. ചേട്ടാ നല്ല രസമല്ല ട്രെയിലർ ചേട്ടാ. തിങ്ക് മ്യൂസിക് കോപ്പിറൈറ്റ് തരല്ലേ? തിങ്ക് മ്യൂസിക് നമ്മുടെ ലിൻഡോ കുര്യനാണ് അത് കട്ട് ചെയ്തത് ട്രെയിലർ. ആണല്ലേ? നല്ല രസമായിട്ട് കട്ടിയിട്ടുണ്ട്. നമ്മുടെ എഡിറ്റർ ഷഫീഖാണ് നമ്മുടെ തുടരുകയൊക്കെ ചെയ്ത. ഭരതനാട്യം അവൻ തന്നെയായിരുന്നു. അടിപൊളി. ഇതിന്റെ കമന്റ് വേണമെങ്കിൽ ഒന്ന് നോക്കാം. പാർട്ട് 1 ഒരു കമന്റുള്ളിയാണല്ലേ? അല്ലല്ല ബ്രോ, ഞാൻ പറയണ ഓഡിയൻസിന്റെ മനസ്സറിയണമെങ്കിൽ നേരെ കമന്റ് ബോക്സിലോട്ട് പോവുക. നമുക്ക് അപ്പൊ തന്നെ അറിയാൻ പറ്റും എന്താണ് ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ എന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് അവരോട് എഴുതി പ്രത്യേകിച്ച് യൂട്യൂബിൽ. അതെ Correct. അതെ അതെ ഒരു പേടിയില്ലാണ്ട് അവര് എഴുതി യൂട്യൂബിൽ അതങ്ങനെയാണ് യൂട്യൂബിന്റെ ഒരു
ഫ്രീഡം ആണത്. പാർട്ട് 1 തിയേറ്റർ ഫ്ലോപ്പ് OTT ആരുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നു. പാർട്ട് 1 തിയേറ്റർ ഫ്ലോപ്പ് OTT ഹിറ്റ്. പാർട്ട് 2 തിയേറ്റർ ഹിറ്റ് OTT ഹിറ്റ്. അടിപൊളി സിനിമ ആവട്ടെ. ഒരുത്ത കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. 1ാം ഭാഗം ഫ്ലോപ്പായിട്ടും OTT ഇറങ്ങിയപ്പോൾ ട്രെൻഡായി. സെക്കൻഡ് പാർട്ട് തിയേറ്ററിൽ ഹിറ്റ് അടിക്കട്ടെ. നീ പോടാ വഴിപോക്ക. അത് ഞാൻ പറഞ്ഞ പേഴ്സണൽ അത്. ഭരതനാട്യം ലാലേട്ടൻ സ്പൂഫ് ബാലേട്ടൻ സ്പൂഫ്. മോഹിനിയാട്ടം ദൃശ്യം സ്പൂഫ്. ആണോ ചേട്ടാ? അല്ലല്ലേ? കൊള്ളാം. കമന്റ് ബോക്സ് അത്യാവശ്യം നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് തന്നെ കിടപ്പുണ്ട്. രസമായിരിക്കും ചേട്ടാ. രസാവട്ടെ. അതെ. അയ്യോ ആ, രസാവട്ടെ. അല്ല, മേശൊക്കെ അടിച്ചു പൊളിക്കുന്നത്. ഈ പടത്തിൽ വന്നപ്പോഴത്തേക്കും ചേട്ടൻ എന്തുകൊണ്ട് ബേബി ജീനെ ഒരു സിനിമയിൽ എടുത്തു? മറ്റേ ജിംഖാനയിലൊക്കെ പെർഫോമൻസ് കണ്ടിട്ടാണോ? അല്ലല്ല, അന്ന് ജിംഖാന എഴുതി അല്ല ജിംഖാന അന്ന് ഇറങ്ങിയിട്ടില്ലെന്നോ? നല്ല ഇല്ല, ജിംഖാന അന്ന് ഇറങ്ങിയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഇറങ്ങിയിട്ട്. ഷൈചേട്ടൻ അന്ന് കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ അന്ന് കണ്ടിട്ടില്ല. അല്ല, ജിംഖാന ഞാനല്ല കാസ്റ്റ് ചെയ്തത്, ഉം. കൃഷ്ണദാസ് ആണ്. ഉം, 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 ഉം. നമ്മള് ആക്ച്വലി വേറൊരു ആക്ടറെ നമ്മൾ അപ്രോച്ച് ചെയ്തായിരുന്നു. ഉം, നമ്മൾ ഇതിന്റെ ഒരു എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരെ മിക്കവാറും ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടിയിട്ടില്ല. ഉം, എപ്പോഴും സെക്കൻഡ് അപ്രോച്ച് അല്ലെങ്കിൽ തേർഡ് അപ്രോച്ചിലുള്ള ആൾക്കാരെയാണ് നമുക്ക് പിന്നെ കിട്ടിയിരിക്കുന്നത്. ഉം, ഉം, കലാരഞ്ജനി ചേച്ചി, നന്ദു ചേട്ടൻ, ഞാൻ ഭരതനാട്യത്തിന്റെ കാര്യം പറയണത്. ഉം, ഉം, ഉം. പിന്നെ ഞാൻ പോലും എനിക്ക് തോന്നുന്ന തേർഡോ ഫോർത്തോ ചോയ്സ് ആയിരുന്നു. ഓ, അതെ അതെ. കലാരഞ്ജനി ചേച്ചി, നന്ദു ചേട്ടൻ, സ്വന്തം പടത്തിൽ ഞാൻ 4th ചോയ്സ് ആയിരുന്നു. ഓഫ് കോഴ്സ് അങ്ങനെയായിരുന്നു ദാസന പറഞ്ഞത്. ആ, ഇവർ രണ്ടുപേരുമായിരുന്നു ഫസ്റ്റ് ചോയ്സ് തന്നെ കിട്ടിയ നമുക്ക് ആൾക്കാർ. ആ. ബാക്കി ഇപ്പം ചേച്ചിയുടെ ക്യാരക്ടറായാലും ഇപ്പം മഞ്ജു ചേച്ചിയെ നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നല്ലോ. ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചി ആ, പറഞ്ഞായിരുന്നു. പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിലൊക്കെ നമ്മൾ വേറെ ആൾക്കാരായിരുന്നു. അവിടെ ട്വിൻസ് പൂജയുടെ തലേ ദിവസം ട്വിൻസിൽ ഈ ട്വിൻസ് ആയിരുന്നില്ല, വേറെ 2 ട്വിൻസ് ഉണ്ടായിരുന്നു, അവരായിരുന്നു. ഓ, 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 ഓ. പക്ഷെ അവരെ പിന്നെ നമുക്ക് വർക്കൗട്ട് ആയില്ല. ആ, പിന്നെ പുതിയ ട്വിൻസിനെ നമ്മൾ ആക്കി. കൊണ്ടുവരുന്നത്. ട്വിൻസിന്റെ കാസ്റ്റിംഗ് ആണ് ഏറ്റവും ഡിഫിക്കൾട്ട്. ആ. കാരണം അഭിനയിക്കുന്ന പിള്ളേരും വേണം. അഭിനയിക്കുന്ന പിള്ളേർ ആ പ്രായം 21 to 25 വേണം. ഉം, ട്വിൻസും ആയിരിക്കണം, അത് ഐഡന്റിക്കൽ ആയിരിക്കണം. ഉം, ഉം, ഉം. അപ്പൊ അതിന് കുറച്ച് ബുദ്ധിമുട്ടി കറങ്ങേണ്ടി ആദ്യം. വന്നു, അല്ലേ? ബട്ട് അറ്റ് ലാസ്റ്റ് നമുക്ക് കിട്ടിയ ആൾക്കാര് വൻ അടിപൊളി. ആണോ? അവർക്ക് ഭയങ്കര ഫാൻസ് ആണ് ഇപ്പം. ശ്ശേ. അതെ അതെ അതെ. അവർക്കിപ്പോ ഞങ്ങളൊരു റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടി, എന്റെ പ്രൊമോഷന്റെ റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കാലിക്കറ്റിൽ ഷൂട്ടിലായിരുന്നു. അപ്പോൾ അവന്മാരോട് വന്നിരുന്നു. അപ്പോൾ ദേ കെയിം ടു മൈ റൂം. എന്നിട്ട് പറഞ്ഞ് ചേട്ടാ, കുറേ പേർക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് കേട്ടോ ട്രെയിലർ വന്നതിന് ശേഷം. ആ, ഭരതനാട്യം കണ്ടിട്ട് കുറേ പേർക്ക് മനസ്സിലായി. ആ, ആ, ആ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ട്രെയിലർ കൂടെ വന്നപ്പോൾ ഒന്ന് റീഫ്രഷ് ആയല്ലോ ആ, ആ, ഇവരുടെ മോങ്ങൾ. അതെ. അപ്പം റോഡിൽ കൂടെ ഇവർ നടന്നു വരുമ്പോഴത്തേക്കും പലരും ഇവരെ ഫോട്ടോ എന്താ പറഞ്ഞോട്ടെ പറഞ്ഞോ. പലരും സംസാരിച്ചെന്ന് ഇവരെ നിർത്തി. പടം വരുന്നുണ്ടല്ലോ അടുത്ത ആഴ്ച എന്നൊക്കെ. ആ, സോ അങ്ങനെ നല്ല നല്ല നമ്മൾ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഏറ്റവും അധികം ആൾക്കാർ, മാക്സിമം ആൾക്കാർ ചോദിച്ചത് ട്വിൻസ് ഉണ്ടോ എന്നാണ്. ട്വിൻസ് ഉണ്ടോ? ഇപ്രാവശ്യം ട്വിൻസ് ഉണ്ടാകുമെന്ന്. രണ്ടുപേരും അല്ലേ? അതെ അതെ, അവർ രണ്ടുപേരും. അതെ, ഇപ്പൊ പഴയ പോലെ ജിനിലും ജിവിനും. കുരുത്തക്കിടന്ന് കളിക്കാൻ പറ്റില്ല നാട്ടിൽ നടന്നിട്ട്. ഇപ്പൊ ആൾക്കാർ തിരിച്ചറിയുന്നത്. മാറി നടന്നവരാണേ. ഇപ്പൊ പറ്റില്ല അത്. അടിപൊളി. അപ്പോ ഫസ്റ്റുമായിട്ട് കണക്ഷൻ ഉള്ള പടം തന്നെയാണല്ലോ. നമ്മൾ എവിടെയാണ് ഫസ്റ്റ് നിർത്തിയത്? കണ്ടാലേ സെക്കൻഡ് കാണാവോ? അങ്ങനെ ഇല്ല, ആ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ എവിടെ നിർത്തിയിരിക്കണം അവിടെ നിന്ന് തുടങ്ങും. കണ്ടിന്യൂഷൻ തന്നെയാണ്. പക്ഷേ ഫ്രഷ് ആയിട്ട് കാണുന്ന ആൾക്കാർ, അതായത് ഭരതനാട്യം കാണാത്ത ആൾക്കാർക്കും ഇത് വേറൊരു കഥ നമ്മളിപ്പോൾ പറയുന്നത്. ഫസ്റ്റ് കണ്ട ആൾക്കാർക്ക് ഈ ഫാമിലി മെമ്പേഴ്സിനെ പരിചയം കാണും, അത്രയും മാത്രം ഒരു ഡിഫറൻസ്. മനസ്സിലായി. ബാക്കി പുതുതായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഓക്കെ, അവർക്ക് പരിചിതമായിട്ടുള്ള മുഖങ്ങൾ തന്നെയാണ്. റിലേറ്റീവ്ലി ന്യൂ കമേഴ്സ് ഉണ്ടെങ്കിലും, പക്ഷേ ഇപ്രാവശ്യം പിന്നെ സുരാജും വിനയ് ഫോർട്ടും ജഗദീഷ് ചേട്ടനും ഇപ്പോൾ ബേബിയും ഇങ്ങനെ ന്യൂ എൻട്രൻസ് കുറച്ച് പേരുണ്ട്. നമ്മളിപ്പം ഭരതനാട്യം ഞങ്ങളുടെ വീടായിട്ട് കാണിച്ചിരിക്കുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ ഇപ്പം ഞാൻ സിനിമ കാണാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, പക്ഷേ ഞങ്ങളുടെ ഒരു ടീം മെമ്പർ ശ്രീകണ്ഠപുരത്തുകാരനാണ്. അത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം പ്ലേസ് ചെയ്തിരിക്കുന്നത് മൊത്തം കണ്ണൂരാണ്. അപ്പോൾ അവിടുത്തെ ആ ഗ്രാമത്തിലെ കഥാപാത്രങ്ങളാണ് ഇവരൊക്കെ ചെയ്തിരിക്കുന്നത്, നമ്മുടെ ന്യൂ എൻട്രൻസ്. സുഭാഷ് സംസാരിക്കുന്നത് തൃശ്ശൂർ ഭാഷയാണ്. സുഭാഷ് സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ക്യാരക്ടറിന്റെ പേരാണ്. സാധാരണ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മെയിൻ ക്യാരക്ടേഴ്സിന് ഒരിക്കലും ഒരേ സിനിമയിൽ ഒരേ പേര് വരില്ല, ഒരു സിനിമയിൽ ഒരേ പേരുകൾ ഇടാറില്ല. പക്ഷെ നമ്മുടെ ഇതിൻ്റെ അകത്ത് സുഭാഷ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഭരതനാട്യത്തിലുണ്ടായിരുന്നു, അഭിരാം രാധാകൃഷ്ണൻ ചെയ്തത്. അപ്പോൾ അത് സുഭാഷ് 1 ആണ്. നമ്മുടെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി അത് സുഭാഷ് 1ഉം ഇവന്റെ ക്യാരക്ടർ സുഭാഷ് 2. രണ്ടുപേരും സുഭാഷാണ്. അതെ,
അടിപൊളി. ആക്ച്വലി എനിക്ക് ഇത് കണ്ട 2-3 പേരിൽ നിന്നറിയാൻ പറ്റിയത് നല്ല രസമുള്ള റോളാണ് ബ്രോക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നതെന്നാണ്. അത് നല്ലതായിട്ട് ദൈവത്തിന്റെ ഒരു അത് ദൈവത്തിന്റെ ഒരു അല്ല, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആണല്ലേ? വെരി ഗുഡ് പെർഫോമൻസ്. അടിപൊളി. അതെ അതെ, ഒരു വെറൈറ്റിയാണ്. ആ. ഭയങ്കര നമുക്ക് പുതുമ ഫീൽ ചെയ്യും. ആ. Yeah. ചേട്ടൻ എയർടെലിൽ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോ സിനിമ കയറിയതുപോലെ ബ്രോ എങ്ങനെയായിരുന്നു സിനിമ കയറിയത്? ഞാൻ മ്യൂസിക്കിലുള്ള സമയത്താണ് ആ. റെക്കഗ്നീഷൻ വരുന്നത്. നമ്മുടെ ബനാന ഇതിൽ കൂടെ ഒക്കെയാണ് നമ്മുടെ റഹ്മാനൊക്കെ കാണുന്നത്. ജംഷിക്കയും ഇവരൊക്കെ കണ്ടിട്ട് ആ. അപ്പൊ ഒരു മ്യൂസിക് വീഡിയോ കൂടെ ഓഡിയോ കൂടെ ഉള്ള ഒരു എൻട്രൻസ് ആയിരിക്കണം. അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ബ്രോ വിളിക്കുന്നതാണല്ലേ? അല്ലാതെ വേറൊരു കണക്ഷൻ എനിക്കോ സിനിമക്കോ ഉണ്ടായിരുന്നില്ല. ഇല്ല. കോസ്റ്റ്യൂം ചെയ്തിരുന്നു, ആ. പക്ഷെ അത് ത്രൂ ഒന്നും അങ്ങനെ നമ്മൾ സോഴ്സിങ്ങിനൊക്കെ ഓടി മറിയാന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ. അപ്പൊ അതായിരിക്കണം. എന്തായാലും നല്ലൊരു എൻട്രൻസ്. ആ ഫസ്റ്റ് പടം നല്ല രസമായിരുന്നു കേട്ടാ. ഉം. അത് കഴിഞ്ഞിട്ട് എടുത്ത പടം വന്നിട്ടില്ലെന്ന് തോന്നുന്നല്ലേ? അത് നമ്മുടെ ഈ ആടിന്റെ ആ, ഒച്ചയും പ്രിൻസ് പിടിയൊക്കെ ജോയ്, കഴിഞ്ഞ് അതെ. പിന്നെ അതിൽ VFX കുറെ പണിയെടുക്കാനുണ്ട്. ആ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഡിസംബർ ആണ് തോന്നുന്നു ഉദ്ദേശം. ആ. ആയിരിക്കും. ഇനിയിപ്പോ ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് പ്രിൻസ് ഏട്ടൻ വന്നിട്ട് പ്രിൻസ് നിന്റെ ജോയ് അടുത്ത് ആരാണ് അത് പറയാൻ പറഞ്ഞത്? അതെ, പ്രിൻസ് ജോയ് ആണ് ഇതിന്റെ ഡയറക്ടർ. ഡയറക്ടർ. അടിപൊളി. മിഥുൻ മേനൽ തോമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷനിലാ. ഓ, ഉം. ഓക്കെ ഓക്കെ. നമ്മുടെ നമ്മുടെ ഒരു- ആടിന്റെ ഉം. ഒരു അല്ലെ ആടിന്റെ ഒരു പകുതി ഘടകം അവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അടിപൊളി. ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ ആ. നമ്മൾ ഒരു ഭരതനാട്യം ടു മോഹിനിയാട്ടത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആ. ഭരതനാട്യം ടു മോഹിനിയാട്ടത്തിന് 2 അർത്ഥം നമുക്ക് എടുക്കാം. ആ. ഭരതനാട്യത്തിന്റെ സെക്കൻഡ് പാർട്ട് മോഹിനിയാട്ടവും പിന്നെ ഭരതനാട്യം ടു മോഹിനിയാട്ടം. ഓ, ഭരതനാട്യത്തിൽ നിന്ന് നിന്ന് മോഹിനിയാട്ടത്തിലേക്ക്. മോഹിനിയാട്ടത്തിലേക്ക്. അവിടെ നമ്മൾ എത്തുമ്പം ആ. നമുക്കൊരു നല്ല ജോണർ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ഓ. അത് ഫാമിലി ഫീൽ ഗുഡ് കോമഡി മൂവി. ഇത് ഡാർക്ക് ഹ്യൂമർ ആണ്. ഇത് രണ്ടാമത്തത്. അതെ. ഓ. ക്രൈം ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ഉം. പക്ഷേ ക്രൈം ഫാമിലി ഫീൽ ഗുഡും പറഞ്ഞൂടെ? യെസ് ഡെഫിനറ്റ്ലി. ഫാമിലി ഫീൽ ഗുഡ്, ഡാർക്ക് ഹ്യൂമർ, ക്രൈം ത്രില്ലർ. ഓ, അല്ല, ഞാൻ എന്തൊക്കെ ഷോർട്ട് വയസ്സിലാണ് ഇവിടെ വന്നോണ്ടിരിക്കുന്നത്. ഫാമിലി ഫീൽ ഗുഡ് ത്രില്ലർ ഡാർക്ക് കോമഡി അല്ലേ? അല്ലല്ല, അതെന്താ സംഭവിച്ചാൽ ഈ ക്രൈം ത്രില്ലർ ത്രില്ലിംഗ് മൂവ്മെന്റ്സ് കൊണ്ട് ക്രൈം നടക്കുന്നുണ്ട്. ആ. പക്ഷെ ഇതൊക്കെ നമ്മൾ കോമഡി രൂപേണയാ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഹ്യൂമർ ഭയങ്കര ഹ്യൂമർ ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. പക്ഷെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഹ്യൂമർ പോലെ ഭംഗിയുള്ള ഒരു സാധനം അതെ. വേറെ ഇല്ല. അതെ. അതെ. ചേട്ടൻ ഒരു പ്രൊഡ്യൂസർ ആയപ്പോ ചേട്ടൻ എന്തൊക്കെയാ പുതിയതായിട്ട് ചേട്ടൻ മനസ്സിലായത്? മനസ്സിലായത് പല ആക്ടേഴ്സിന്റെയും ശമ്പളം മനസ്സിലാക്കാൻ പറ്റി. അല്ലെങ്കിൽ ആരും പറയില്ലല്ലോ. അതെ. അപ്പൊ ശമ്പളം മനസ്സിലാക്കാൻ പറ്റി. ടെക്നീഷ്യൻസിന്റെ ശമ്പളം ഇപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റി. മനസ്സിലാക്കിയത്. ഇങ്ങനെയൊക്കെയായിരുന്നു അല്ലേ? അതെ. അപ്പൊ നമ്മള് വിളിച്ചിട്ട് വരാത്ത ആൾക്കാരുണ്ടല്ലോ, അവരുടെ ശമ്പളം മനസ്സിലാക്കാൻ പറ്റി. ആ. ചിലരൊക്കെ ശമ്പളത്തിന്റെ കാര്യത്തില് മാറിപ്പോവില്ല. മാറിപ്പോകുന്നവരുണ്ട്. അതെ. അപ്പം അതാണൊരു ഈ ഗോസിപ്പിംഗ് ലാംഗ്വേജിൽ പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത്. ബാക്കി പിന്നെ ഇത്രയും സ്ട്രെസ്സിലൂടെയാണ് ഒരു പ്രൊഡ്യൂസർ പോകുന്നതെന്നുള്ളത്. കാരണം ഒരു മഴ വന്നാൽ ബാക്കിയുള്ളവരൊക്കെ ഓക്കെ, അവർക്ക് വിഷമം കാണും, നമ്മൾ ടൈം വേസ്റ്റ് ആവുന്നതിൽ. പക്ഷെ ഒരു പ്രൊഡ്യൂസർക്ക് വരുന്ന വിഷമത്തിന്റെ അത്രയൊന്നും ബാക്കി വരില്ല. ആൾക്കാർക്ക് വരില്ല. ഇപ്പൊ ആട് 3 തന്നെ എത്ര മണിക്കൂറുകളാണ് വേസ്റ്റ് ആയിരിക്കുന്നത് ഈ മഴ കാരണം മാത്രം. ആർട്ട് പ്രോപ്പർട്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ഇട്ടതിൻ്റെ അകത്തുനിന്ന് പകുതിയോളം ഒലിച്ചു പോകുന്നു മഴ കാരണം. അപ്പൊ ഇതൊക്കെ അത്രയും അതാണ് ആ പടത്തിന് അത്രയും കോസ്റ്റ്. സൈഡില് ലൊക്കേഷനൊക്കെ മാറ്റിയിട്ടില്ലേ? ലൊക്കേഷൻ മാറ്റി. അതെ. അപ്പൊ അവിടെയും സർവത് ഷമീറായിട്ട് വിജയ് എപ്പോഴും അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. അതെ. അപ്പൊ സോറി, സർവത് ഷമീറായിട്ടല്ല, നമ്മുടെ മറ്റേ പാസ്റ്റ് ടൈം ലൈനിലെ ക്യാരക്ടർ വരീദ് മാപ്പിളയായിട്ട് അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു പിന്നെ നമുക്ക് എല്ലാ ദിവസവും ഈ DSR നമ്മുടെ ഡെയിലി സെയിൽസ് റിപ്പോർട്ട് എന്ന് പറയുന്ന പോലെ ഡെയിലി അപ്ഡേഷൻസ് നമുക്ക് വാട്സാപ്പിൽ കിട്ടും. അന്ന് എത്ര സീൻ എടുത്തു, എത്ര മിനിറ്റിൻ്റെ ഫുട്ടേജാണ് ഇന്ന് കവർ ചെയ്തത്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഡെയിലി അപ്ഡേറ്റഡ് ആണ്. അതൊരു ആക്ടർ ആണെങ്കിൽ ഇതൊന്നും നമുക്ക് വരില്ലല്ലോ. വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആണ്. വേറൊരു മേഖല തന്നെയാണല്ലേ പ്രൊഡക്ഷൻ? അതൊരു വേറൊരു മേഖല തന്നെയാണ്. അതിന് അത്യാവശ്യം ഇപ്പം ഒരുപാട് പ്രഷർ എൻ്റെയും കൂടെ തോമസ് ചേട്ടൻ എടുക്കുന്നുണ്ട്. ഇതൊരു സിംഗിൾ പ്രൊഡ്യൂസറായിട്ട് ഒരാൾ നിൽക്കുമ്പം ആ ആളെടുക്കുന്ന സ്ട്രെസ്സും പ്രഷറും ഒക്കെ അത് നമ്മളൊരു പടത്തിൽ പ്രൊഡക്ഷൻ പാർട്ട്ണർ ആയാലേ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. നമുക്ക് പറയാം, അത് നമുക്കറിയാം. പിന്നെ പ്രൊഡ്യൂസർക്ക് അത്യാവശ്യം സ്ട്രെസ്സൊക്കെ കാണും, ഇത്രയും കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ലേ. അതല്ല, കാശിൻ്റെ മാത്രമല്ല, ഈ പ്രൊജക്റ്റ് നല്ലപോലെ എത്തിക്കുക എന്നുള്ളൊരു ദൗത്യം അതൊരു പ്രൊഡ്യൂസറിൻ്റെ ആണല്ലോ.
ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. സംവിധായകനുണ്ട്, ക്യാമറമാനുണ്ട്, ആക്ടേഴ്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇദ്ദേഹം ഒറ്റയ്ക്കാണല്ലോ എല്ലാം ചെയ്യേണ്ടത്. അത് ഒരു പടത്തിൽ നമ്മൾ കോ പ്രൊഡ്യൂസർ ആയി കഴിഞ്ഞാൽ നമുക്ക് വളരെ മനസ്സിലാവും. വ്യക്തമായിട്ട് മനസ്സിലാവും. ഒറ്റയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹം വല്ലതും ഉണ്ടോ കേട്ടോ? ഇല്ല, എന്നുവെച്ചാൽ ആ ടാലൻറ്റും എനിക്കില്ല. ഏ. സീരിയസ്ലി എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇത്രയും കാഷ്വലായിട്ടും ഈസി ആയിട്ടും സംസാരിക്കാനൊക്കെ പറ്റുന്നത് തോമസ് ചേട്ടനാണ് എല്ലാം ടെൻഷൻ ചെയ്യുന്നത്. എടുത്തേക്കുന്നു. എല്ലാം ചെയ്യുന്നത് പുള്ളിയുടെ സ്റ്റാഫാണ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്രാവശ്യം നമുക്ക് ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സൽമാൻ എന്ന് പറഞ്ഞ സൽമാനെ ആക്ച്വലി ഞാൻ പരിചയപ്പെടുന്നത് ജസ്സി എന്ന് പറഞ്ഞ അഭിലാഷം എന്ന് പറഞ്ഞ എൻ്റെ ഒരു പടം വന്നായിരുന്നല്ലോ. ആ സെയിം ടീം ചെയ്ത ആന്തോളജിയിലെ ഒരു സിനിമയാണ് ജസ്സി. അതിൻ്റെ അകത്ത് AD ആയിട്ട് വർക്ക് ചെയ്തതാണ് സൽമാൻ. സൽമാൻ AD ആയിട്ട് അഭിലാഷത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഞാൻ ഹാൻഡ് പിക്ക് ചെയ്തതാണ് സൽമാനെ. നമ്മുടെ പടത്തിലെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. അവനുള്ളത് കാരണം തോമസ് ചേട്ടൻ്റെ എൻ്റെ ഒരുപാട് ഭാരം വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരെ ഹാൻഡിൽ ചെയ്യും അല്ലേ? Yes. അവൻ വളരെ നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്യും. എത്ര വലിയ സ്ട്രെസ് വന്നാലും അവൻ ഭയങ്കര കൂളാണ്. ഇപ്പം ഞാനും കൃഷ്ണദാസൊക്കെ കുറച്ച് ടെൻഷൻ പാർട്ടീസാണ്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഡാർക്ക് അടിക്കും. നമ്മൾ റിയാക്ട് ചെയ്യില്ലായിരിക്കും, പക്ഷേ ഡാർക്ക് അടിക്കും. പക്ഷേ സൽമാൻ അത് കറക്റ്റായിട്ട് ആ ഡാർക്ക് അടിയൊക്കെ ഡീൽ ചെയ്യും. സോ അതും ഒരു ഭയങ്കര പോസിറ്റീവായി മോഹിനിയാട്ടത്തിനെ സംബന്ധിച്ച്. അതെ ചേട്ടാ, ഇപ്പൊ പറഞ്ഞപ്പോ ചേട്ടന് മുന്നേ ഇവിടെ വന്ന പ്രൊഡ്യൂസർ ആരാണെന്ന് അറിയാവോ? ഉം. വിജയ് ബാബു ചേട്ടൻ. ആണ്. അതെ. അപ്പൊ അന്ന് ചേട്ടന്റെ കാര്യം പറഞ്ഞായിരുന്നു. ജയസൂര്യ ചേട്ടൻ സ്ക്രിപ്റ്റ് മറ്റേ കോമഡി അടിച്ചു മാറ്റാൻ ചെല്ലും ചില സമയത്ത്. അടിച്ചാൽ വേറെ ആരുടെ അല്ല, ആ, ആ. ഞാൻ എൻ്റെ ഇംപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെ, അതിലൊക്കെ അതെ, ഐഡിയാസ് അതെ. എടുക്കുന്നത്. ആട് ചേട്ടന് വലിയൊരു ബിഗ് മൈൽ സ്റ്റോൺ. ബിഗ് മൈൽ സ്റ്റോൺ ആയിരുന്നല്ലേ ചേട്ടാ? അത് എന്തായിരുന്നു ഒന്ന് സംഭവിച്ചത് ആട് 1 ഇറങ്ങി കഴിഞ്ഞപ്പോ? ആട് വണ്ണ് സെയിം പ്രശ്നമായിരുന്നു. അതായത് അതിനകത്ത് ഞാൻ പ്രൊഡ്യൂസർ ആയിരുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഒരു ചേഞ്ച്. അല്ലെങ്കിൽ ഭരതനാട്യം ആട് 1 2 സംഭവിച്ചത് ഒന്ന് തന്നെയാണ്. ഫസ്റ്റ് ദിവസം റിപ്പോർട്ട്സ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പടം ഗംഭീര ഹിറ്റാണ്. ഇത് ആട് 1. ഞാൻ പദ്മേ പോയി ആ വലിയ തിയേറ്ററിൽ ഹൗസ്ഫുൾ ഷോ കണ്ടപ്പം ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ട്, ആഹ്ലാദിക്കുന്നുണ്ട്. പുറത്തിറക്കി കഴിഞ്ഞ് ഞാൻ മിഥുൻ മേനൽ തോമസിനെ വിളിച്ചപ്പം മിഥുൻ പറഞ്ഞ് ചേട്ടാ നമ്മൾ വിചാരിച്ച പോലെ പടം വർക്കായിട്ടില്ല. ഞാൻ പറഞ്ഞു എന്താ നിങ്ങൾ ഈ പറയണത്, ഞാൻ തിയേറ്ററിൽ സിനിമ കണ്ടിട്ട് വരുമല്ലേ. പക്ഷെ മിഥുൻ പറഞ്ഞത് കറക്റ്റായിരുന്നു. നമുക്ക് ആദ്യത്തെ ദിവസം നല്ല ഷെയർ വന്നതാണ്. അത് സെക്കൻഡ് ഡേ കുറഞ്ഞു, തേർഡ് ഡേ വീണ്ടും കുറച്ച് കൂടി, മൺഡേ ട്യൂസ്ഡേ വെഡ്നെസ്ഡേ 1 ഡ്രോപ്പ് ആയിരുന്നു. അപ്പം ബാക്കി എല്ലാവർക്കും മനസ്സിലായി. ഞാൻ വിചാരിച്ചത് പടം ഹിറ്റാണെന്നാണ്. ഒരാഴ്ച 10 ദിവസം കഴിയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് ഇതിൻ്റെ കളക്ഷൻ വന്നിരിക്കണേ, അല്ലെങ്കിൽ ഷെയർ ഫ്രൈഡേ ഫിലിംസിന് കിട്ടിയിരിക്കണേ. പക്ഷെ പിന്നെ ഇതിൻ്റെ DVDs ആദ്യത്തെ 3000 ഇറക്കി. അത് കഴിഞ്ഞിട്ട് ടപ്പയെന്ന് പറഞ്ഞ് മൊത്തം സെല്ലായി. അത് കഴിഞ്ഞിട്ട് ഒരു 30,000 ഇറക്കുന്നു. അങ്ങനെ എന്തൊരു കണക്കുണ്ട്. 30,000 ഒരുപാട് കേറി. അതെ 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 അതെ. ബ്രോ കണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സീഡിയാ അല്ല, പക്ഷെ അതല്ല. ആട് 1 തിയേറ്ററിലാണോ CD-യിലാണോ? അന്ന് ടിവിയില് TV-ല് സ്കൂളിൽ വന്നപ്പോ. പോകണ സമയമുണ്ട്. തിയേറ്ററിൽ കൂടില്ലെന്ന് കട്ട് ചെയ്തിട്ടൊക്കെ പോകണം. തിയേറ്ററിൽ കണ്ടിട്ടില്ല. അത് തിയേറ്ററിൽ ഒരു സാമ്പത്തികമായിട്ടില്ലല്ലോ. അപ്പൊ ടിവിയിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പടം തന്നെ. പിന്നെ 2 നമ്മൾ ഇതേപോലെ തിയേറ്ററിൽ പോയി കണ്ടു. ഞാനും ചേട്ടാ എന്റെ ചാനൽ തുടങ്ങി എനിക്ക് 120 സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ഉണ്ടായിരുന്നപ്പോഴാണ് ആട് 2 റിലീസ് ആകുന്നത്. അപ്പൊ അന്ന് തിയേറ്ററിൽ തുടങ്ങിയതാണോ? 2017 2017 തുടങ്ങിയാണ് ഞാൻ. ഓ ഭീകരനാണല്ലോ നീ. എന്താ ഭീകരനാണല്ലോ. അന്ന് അവിടെ പോയി കണ്ട് ആ സിനിമ റിവ്യൂ നമുക്ക് 1 ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അന്ന് റിവ്യൂല് ഞാൻ പറഞ്ഞ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഭയങ്കര കൾട്ട് ഫോളോയിങ് ഉള്ളൊരു സിനിമയാണ് ഗൈസ്. ഫസ്റ്റ് ഇത് എന്തായാലും തിയേറ്ററിൽ ഓടിയില്ല, സെക്കൻഡ് തിയേറ്ററിൽ ഓടുമെന്നുള്ള പ്രതീക്ഷയാണ്. അത് പറഞ്ഞ തിയേറ്ററിൽ പോയി കണ്ട് ഭയങ്കര ഇഷ്ടമായി. പിന്നെ വലിയ പോസിറ്റീവ് റിവ്യൂ ഒക്കെ ഇട്ട് അന്ന് എനിക്ക് ഇത്ര 300-400 എന്ന വ്യൂ എന്തോ വന്നിട്ടുണ്ട്. അന്ന് ഈ ഓൺലൈൻ റിവ്യൂ ഒക്കെ ഇങ്ങനെ മൊട്ടിടുന്ന അന്ന് KSU കാർത്തിക് സൂര്യ അൺലീഷ്ഡ്. KSU എന്ന് കോൺഗ്രസ് ആണ്. അതെ, അന്ന് ഇങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് ഇതൊന്നും മനസ്സിലേ ഇല്ല. അന്ന് നമ്മൾ വ്ളോഗായിട്ട് നടക്കുന്നു. അപ്പോ സിനിമയുടെ റിവ്യൂ ചെയ്യാൻ കാരണം സിനിമ ആൾക്കാർ കാണുമല്ലോ. അപ്പൊ സിനിമയുടെ അഭിപ്രായം അറിയാൻ ഇന്റർനെറ്റിൽ കയറുമ്പോ നമ്മളെ മുഖം കാണുമല്ലോ. ആ കോൺസെപ്റ്റിലാണ് അന്ന് സിനിമ റിവ്യൂ ചെയ്യാൻ തുടങ്ങി. അല്ല സിനിമയെ കുറിച്ചൊരു ചുക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഒരു സിനിമയെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞിട്ടില്ല കേട്ടാ. ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ സിനിമ റിവ്യൂ ഒക്കെ അന്ന്.
അപ്പോൾ അന്ന് റിവ്യൂ ചെയ്തപ്പോഴും അന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല എന്തെന്ന് അബു ഞങ്ങളുടെ കൂടെ ഇവിടെ ഇരിക്കും. അതെ, യു കേം സോ ഫാർ അടിപൊളി അതെ, അല്ലേ? അതൊക്കെ ഒരു കാലഘട്ടം. അല്ലെ അബുവിന്റെ ഒരു റീച്ച് ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ ആ, രാത്രി നമ്മൾ ഷൂട്ട് ചെയ്യുമായിരുന്നു കോഴിക്കോട്. ആ, ആ, ആമിർ പള്ളിക്കലിന്റെ പ്രേം പാറ്റ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട്. ആ. അപ്പോൾ അവിടെ കുറേ ക്രൗഡുള്ള ഒരു പാട്ട് സീനാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ അഭിനയിക്കാൻ വന്ന ഈ ക്രൗഡിൽ അഭിനയിക്കാൻ വന്ന ആരോ ഒരാളെ അബു എന്ന് വിളിച്ചു. ഓ, പെട്ടെന്ന് ഞാൻ നോക്കി. ആ, പക്ഷേ എന്നെ കുറേ പേര് അങ്ങനെ വിളിക്കാറുണ്ട് അബു എന്നല്ലേ? അബൂന്ന്. അപ്പം ആ. സൈജു എന്ന് വിളിച്ചാലും അബു എന്ന് വിളിച്ചാലും ഞാൻ നോക്കും. നോക്കും സൈജു അല്ലെങ്കിൽ കുറുപ്പ് അല്ലെങ്കിൽ അബു. അബു, എൻ്റെ നോട്ടം അങ്ങോട്ട് പോകും. അത് എൻ്റെ പേരായി മാറിയത്. അബു എന്നുള്ള അതെ, അല്ലേ? അതെ. അത് ഭയങ്കര ഐക്കോണിക്. അതിനകത്തുള്ള ഒട്ടുമിക്ക എല്ലാ ക്യാരക്ടേഴ്സും ആ. മനസ്സിൽ ആൾക്കാരുടെ മനസ്സിൽ അത് പ്രത്യേകം പറഞ്ഞാൽ ഇവരെയൊക്കെ എടുത്ത് ഏത് യൂണിവേഴ്സിൽ എവിടെ കൊണ്ടിട്ടാലും ഉം. അവരിൽ ആ ക്യാരക്ടേഴ്സ് ആണ്. ആ സ്റ്റോറിയിൽ അവരൊക്കെ മെർജായി പൊക്കോളും. ആ. ഫ്രൈഡേ ഫിലിം ഹൗസിന് അതൊരു വലിയ ഒരു മുതൽക്കൂട്ട്. അതെ ആണ്. കാരണം അവരുടെ ഒരു ഇന്റലക്ച്വൽ റൈറ്റ് ആണല്ലോ അത്. അതെ അതെ. അതെ. ബ്രോ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാ ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഈ സെലിബ്രിറ്റീസ് എങ്ങനെയായിരുന്നു എന്ന്? ഞാനതൊക്കെ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ആണോ? ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ ദാസേട്ടൻ വന്ന് കഥ പറയുമ്പോഴും ആ, ഞാൻ അതിൻ്റെ മനസ്സിലോടിയത് ഞാനൊരു സമയം വരെ ആ, ഇങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ലൈവ് മ്യൂസിക് ഇല്ല? ആ, പണ്ടത്തെ കിണറ്റിൻ്റെ വക്ക് അല്ലെങ്കിൽ കിണറ്റിൻ്റെ വക്ക്, അത് ഞാൻ ഇപ്പോൾ പെർട്ടിക്കുലറായിട്ട് പെട്ടെന്ന് വന്നതാണ്. പക്ഷെ അങ്ങനെ അല്ല ആലോചിച്ചത്. അതായത് ഈ കുളിക്കാൻ പോക്ക്, സോപ്പ് വെച്ചുകൊണ്ടുള്ള സംഭാഷണം, ഉം, പിന്നെ ഇപ്പം മീശമാധവനൊക്കെ കണ്ടാൽ അറിയാം, അങ്ങനത്തെ വഴികൾ, അങ്ങനത്തെ പരിപാടി, അങ്ങനത്തെ പടങ്ങൾ വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. അത് കാലക്രമേണ മാറുന്നതാണ്. എന്നാലും ഞാനിങ്ങനെ ആലോചിക്കും അതിൻ്റെ ആ ഒരു ഒതൻറ്റിക് ഓർഗാനിക് വേ. പിന്നെ എപ്പോഴും നാട്ടുമ്പുറം കാണിക്കുമ്പോൾ ഒരു ഫ്ലൂട്ടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ടാവും. ഈ അങ്ങനത്തെ ഒന്നുകൂടെ പറഞ്ഞേ, അല്ല ഒന്നുകൂടെ വേണ്ട. അപ്പോൾ ആ, അതേപോലത്തെ ഒക്കെ ഒരു പരിപാടി ഒക്കെ എല്ലാം നമ്മൾ വിശകലനം ചെയ്യുന്നതാണ് മൈൻഡിൽ. ആ. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത് ആൾക്കാർ എങ്ങനെയെന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ട് ഭയങ്കര പ്രൗഡായിരുന്നു. ഉം, ഇവർ ആ ഒരു സമയത്ത് ചെന്നൈ പോകുന്നു, ഡബ്ബിങ്ങിനോ അല്ലെങ്കിൽ എഡിറ്റിങ്ങിനോ, അങ്ങനെ പോകണു ഇങ്ങനെ പോകണു. ഇപ്പോഴും ഞാൻ ആലോചിച്ചു, ഞാൻ ദാസേട്ടനെ വിളിച്ച സമയത്ത്, ഇന്നലെ മിനിയാന്ന് വിളിച്ച സമയത്ത് തിരുവനന്തപുരത്താണ് ഇതിൻ്റെ. അപ്പം ഞാൻ അപ്പോഴും ആലോചിക്കുന്നുണ്ട് ഇതിൻ്റെ എന്തോ ഒരു പരിപാടിക്ക് അങ്ങോട്ട് പോകണം. ഉം, അപ്പം ഞാൻ അപ്പോഴും പഴയ കാലമൊക്കെ മനസ്സിൽ വരും, ഈ ഒരു പെട്ടിയായിട്ട് ചെന്നൈ പോണത്. ഉം, അപ്പോൾ കണക്ട് ചെയ്തിട്ട് ഞാൻ എപ്പോഴും തിങ്ക് ചെയ്യാറ്. ഞാൻ ഷൈജു ചേട്ടൻ്റെ എനിക്ക് അത്ര ഡീപ്പായിട്ട് അറിയില്ലായിരുന്നു. ഈ ആ ഒരു ഇത്രയും ബാക്കിൽ സ്റ്റോറി ഉണ്ട്, അല്ലെങ്കിൽ അത്രയും മുന്നേ പടത്തിൽ വന്നു. പിന്നെ ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് ടി വി വെക്കുമ്പോൾ അതിൽ ഷൈജു ചേട്ടൻ, ഇവിടെ ഈ സിനിമ വെച്ച് നോക്കുമ്പോൾ അതിൽ ഷൈജു ചേട്ടൻ, ശരി. പിന്നെ എവിടെ നോക്കിയാലും ഷൈജു ചേട്ടൻ. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. നന്ദനത്തിലെ കൃഷ്ണനായിരുന്നു കേട്ടോ. അതെ, നോക്കുമ്പോൾ എവിടെ നോക്കിയാലും ഷൈജു ചേട്ടൻ. ആ ഒരു സീനായിരുന്നു. അപ്പോഴേക്കും മനസ്സിലായി ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളും അന്നത്തെ കാലത്ത് ഒന്നും ഇത്രയും അപ്ഡേറ്റ് അല്ലാത്ത കാലത്ത്. ഇപ്പോൾ ഈ പടത്തിലാണ് ഞാൻ ഇത്രയും ഒരുപാട് എക്സ്പീരിയൻസിൽ ഇത്രയും തഴക്കമുള്ള ആൾക്കാരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതും അഭിനയിക്കുന്നതൊക്കെ. അപ്പോൾ ഞാനൊക്കെ സിനിമയിൽ മറ്റേ ചെറുപ്പത്തിൽ കാണുമ്പോൾ ജഗദീഷ് ചേട്ടനൊക്കെ മുമ്പിൽ വന്ന് നിൽക്കുക, ഞാൻ എന്ത് പറയുന്നുണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ അതൊന്നും ആലോചിക്കണ്ട, നിന്നോ അഭിനയിച്ചോ ഈ സാധനം, അല്ലെങ്കിൽ പാളി പോവുമല്ലോ. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷൈജു ചേട്ടനായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ കാണുന്നുണ്ട്, അങ്ങനെ പരിചയപ്പെട്ട് സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ തമ്മിലുള്ളൊരു ഒരു കൗണ്ടർ അല്ലെങ്കിൽ അങ്ങോട്ട് വരുന്നത് കുറെ കഴിഞ്ഞിട്ടാണ്. അപ്പോഴത്തേക്ക് ഞങ്ങൾ പരിചയമായി. പക്ഷേ ജഗദീഷ് ചേട്ടൻ അന്ന് തന്നെ ജഗദീഷ് ചേട്ടനിട്ട് ഒരു ഫേസ് ഓഫ് പോലത്തെ അല്ലെങ്കിൽ ഒരു, അപ്പം ആ സമയത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് ഇടറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇത്, നമ്മളവിടെ എടുക്കണ്ട അവരവിടെ എടുക്കണ്ട എന്നുള്ളത്. അതേപോലെ തന്നെ സുരാജ് ചേട്ടനായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു സാധനം ഉണ്ടായിരുന്നു ചെറുതായിട്ട് ആ ഒരു ഇതിന്. അപ്പം അതൊക്കെ അവരോടുള്ള റെസ്പെക്റ്റാണ്. കാരണം നമ്മൾ ചെറുപ്പം തൊട്ടേ കാണുന്ന ആൾക്കാർ, നമ്മളപ്പോൾ അതിൻ്റെ ഒരു അപ്രിസിയേഷൻ വാരിക്ക് വരിച്ചു വരിഞ്ഞിട്ട് അവരെ മെനക്കെടുത്തില്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലുണ്ടാവുമല്ലോ ആ ഒരു ഭയഭക്തി ബഹുമാനേഷ്, അങ്ങനത്തെ ഒരു സാധനം. ചേട്ടാ ആദ്യത്തെ പടത്തിൽ അഭിനയിക്കുന്ന ഏത് വർഷമാണ് ചേട്ടാ? 2004. 2004. ഓ, ഞാൻ സ്കൂളിലാണ്. 2004 എന്ത് ചെയ്യായിരുന്നു? ഞാനന്ന് തറയിൽ എഴയാ തോന്നുന്നു. ഞാനന്ന് എനിക്ക് കോസ്റ്റ്യൂം ഇല്ല. ഞാൻ 4 വയസ്സ് ഒരു ട്രൗസർ മാത്രം ഇട്ട് ഓടി കളിക്കുന്നു. 4 വയസ്സ്. ഏത് ഇയർ ആയിരുന്നു ബോൺ? അതിപ്പോ പറയണോ? ഇന്നിപ്പോ 4 വയസ്സിൽ നിന്ന് കണക്കൂട്ടി കൂടെ അല്ലേ? 99. ജെൻസി ആണപ്പോ.
ആരാ പറഞ്ഞു ഈ 2 ദിവസം ഇവിടെ വന്ന് നോക്ക്. അപ്പൊ മനസ്സിലാവും ഞാൻ ജെൻസി അല്ലാതൊക്കെ. ദാസേട്ടൊക്കെ തലയിൽ കൈ ചോടിയിട്ട് എന്റെ അയ്യോ ഇത് തന്തയുടെ കൂടെ ജീവിക്കാൻ കാണാൻ വയ്യ നിൽക്കാൻ വയ്യ അങ്ങനെയാണ്. അപ്പം ജെൻസിയുടെ ഒരു സാധനമൊന്നുമില്ല, എന്നാലും ഒക്കെ കൂടി മിക്സ് ചെയ്ത് ജീവിച്ചു പോണ്. അതെ. ഇവരോട് പാട്ട് കേൾക്കുന്നൊക്കെ പക്ഷെ ജെൻസി പിള്ളേരാണ് കേട്ടോ. അത് ഉറപ്പായിട്ടും ഓഡിയൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 27 30യുടെ താഴെയൊക്കെ വരുന്നതാണ് മേജർ. അതെ, ഓഡിയൻസ് ഒരു 16 to 27 എന്നൊക്കെ പറയാം ഒരു ഇതായിട്ട്. ഇവര് വലുതായിട്ട് വേണം എനിക്ക് എന്റെ ബിസിനസ് ഒന്നുകൂടെ വച്ച് പിടിപ്പിക്കാൻ. അതെ, ചേട്ടൻ എയർടെലിനോട് കാണിച്ച അതേ ഒരു റൂട്ടാണ് അതെ അതെ ബേബിജിയുടെ എടുത്തേക്കണം. സിനിമയിലൂടെ പച്ച പിടിപ്പിച്ചിട്ട് വേണം കുറച്ച് ഓഡിയൻസിനെ എടുത്ത് റാപ്പിൽ കൊണ്ടിടാൻ. അങ്ങനെയല്ല സിനിമയിൽ നിന്ന് കിട്ടുന്ന ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജനകീയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് ഭയങ്കര മൃഗീയമാണ് എൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു ഇതുണ്ടല്ലോ ഇൻ ബിറ്റ്വീൻ 16 അല്ലെങ്കിൽ 15 to 27 എന്ന് പറഞ്ഞവർ വളരുമല്ലോ. ഞാനിപ്പോൾ ഇത് 3 വർഷം കഴിഞ്ഞ് പറയുമ്പോൾ ഇതൊരു പിന്നെയും 16 to 33 ഒക്കെ ആവുകയാണ്. അപ്പൊ അതിൻ്റെ അത് വലുതായില്ലേ. പിന്നെ ഈ 33 35 ആകുമ്പോഴാണല്ലോ ഒരു കോൺസേർട്ടിന് അല്ലെങ്കിൽ ഒരു ചില്ലിങ് സമയം കണ്ടെത്തിയിട്ട് ടിക്കറ്റ് ഒക്കെ ബൈ ചെയ്തിട്ട് ഷോക്ക് വരാനൊക്കെ ആൾക്കാരാവുന്നത് കൺസിഡറബിളി കേരളത്തിലൊക്കെ. അപ്പോഴാണ് നമുക്കൊരു ഭയങ്കര ഒരു കോൺസേർട്ട് വെക്കുമ്പോൾ ഒരു വിജയം വരിക. ഇപ്പോൾ ഇവരെല്ലാവരും സ്ട്രഗിളിങ് സമയത്താണ് എൻ്റെ ഓഡിയൻസ്, അവർ ഏജ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സായി ചേട്ടൻ ഈ ആ കാലഘട്ടവും കണ്ടിട്ടുണ്ട്. 2004 കാലഘട്ടത്തിലും മൂവി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ സമയത്ത് മൂവിയിൽ സജീവമായിട്ട് തന്നെയൊക്കെയാണ്. ചേട്ടന് ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യുന്ന ചേഞ്ച് എന്താണ് മൂവി ഇൻഡസ്ട്രിയിൽ വന്ന ചേഞ്ച്? പണ്ട് സംവിധായകൻ അസോസിയേറ്റ് എന്നൊക്കെ പറയുന്നത് അവർ തമ്മിലൊരു എനിക്ക് തോന്നുന്നൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ട് മറ്റേ എടാപോടാ ബന്ധമാണ്. ഇപ്പം ദാസന്റെ അസോസിയേറ്റ് സാംസൺ ഏകദേശം ഇവർ ഒരേ പ്രായമാണ്. അസിസ്റ്റന്റ് ഏകദേശം ഇവരുടെ പ്രായമാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എടാപോടാ ബന്ധമാണ്. അപ്പോൾ ആ ഒരു ഹൈറാർക്കി പരിപാടിയൊന്നുമില്ല. അതായത് സംവിധായകൻ എന്നുള്ള ഒരു വലിയ അങ്ങനെ കാണണം അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. ഒക്കെ കുറച്ച് ഹെഡ് അത് എല്ലാം ഉൾപ്പെടും ഇതിൻ്റെ അകത്ത്. ഞാൻ വർക്ക് ചെയ്ത സംവിധായകരൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ വന്ന സമയത്തും അല്ലല്ല സീരിയസ്ലി ആരും ഇതുവരായിട്ട് ഒരു രീതിയിലുള്ള ഇതും ഉണ്ടായിട്ടില്ല. ഐ മീൻ നെഗറ്റീവ് എക്സ്പീരിയൻസസും എനിക്ക് അറ്റ്ലീസ്റ്റ് ഉണ്ടായിട്ടില്ല. ഞാൻ വലിയ വലിയ ഡയറക്ടേഴ്സായിട്ട് ഇപ്പം എന്നെ കൊണ്ടുവന്ന തന്നെ ഒരു ലെജൻഡറി ഡയറക്ടറാണ് ഹരിഹരൻ സാറ്. അതിനുശേഷം ഞാൻ രണ്ടാമത്തെ പടം ചെയ്യുന്നത് ജോയ് സാറിൻ്റെയാണ്. അപ്പോൾ ജോയ് സാറിനെ പറ്റി പലരും പറയാറുണ്ട് എന്താണ് ടെററാണെന്നൊക്കെ. എനിക്ക് വളരെ സോഫ്റ്റായിട്ടാണ് ഫീൽ ചെയ്തത്. ഞാൻ ലയണിൽ അഭിനയിക്കാൻ വേണ്ടി ചെന്നപ്പം ഞാനാണെങ്കിൽ എനിക്ക് തലേ ദിവസം സീൻ തന്നിട്ട് ഞാനത് മൊത്തം ബൈഹാർട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം പോയി പെർഫോം ചെയ്യലായിരുന്നു എൻ്റെ ശീലം മയൂഖത്തിൽ. ലയണിൽ ഞാൻ അഭിനയിക്കാൻ ചെന്നപ്പം ഞാനത് ചോദിക്കാനും വിട്ടുപോയി, അവർ തന്നിട്ടുമില്ല. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്കൊരു വലിയ ഡയലോഗ് തന്നു ദിലീപേട്ടൻ്റെ കൂടെ. എനിക്കവിടെ പഠിക്കാൻ പറ്റുന്നത് എനിക്ക് കുറച്ച് സമയം വേണം ഇത് പഠിക്കാൻ. എനിക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല. ഞാനാണെങ്കിൽ അവിടെ ഫിലിമാണല്ലോ അന്ന് 5 ടേക്ക് 6 ടേക്ക്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ തെറ്റുമ്പോഴത്തേക്കും സംവിധായകനെ എങ്ങനെ നോക്കുന്നത്. അപ്പം എനിക്ക് ജോയ് സാറ് അന്ന് എനിക്കറിയില്ല ജോയ് സാറ് ഇങ്ങനെ ടെററാന്നൊക്കെ ആൾക്കാർ പറയുമെന്നുള്ളത്. ഞാൻ വന്നിട്ടല്ലേ ഉള്ളൂ. ജോയ് സാർ എന്നെ നോക്കിയിട്ട് ഓക്കെയാണ് ട്രൈ എനിക്ക് കംഫർട്ടബിൾ ആക്കി ഭയങ്കരമായിട്ട്. പിന്നെ ജയരാജ് സാറിൻ്റെ കൂടെയാണ് ഞാൻ പടം ചെയ്യുന്നത്. ജയരാജ് സാർ നാഷണൽ അവാർഡ് വിന്നർ, വളരെ കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ഷാജി കല സാറിൻ്റെ പടം ചെയ്തു ബാബ കല്യാണി. അതായത് ആ സമയത്തെ മിക്കവാറും അല്ല കുറച്ച് ടോപ്പ് ഡയറക്ടേഴ്സിൻ്റെ പടങ്ങൾ എനിക്ക് അഭിനയിക്കാൻ പറ്റി. റാഫി ചേട്ടൻ മക്കാട്ടിൻ ചേട്ടൻ ഹലോ ചെയ്തു, ഷാഫി ചേട്ടൻ്റെ ചോക്ലേറ്റ് ചെയ്തു, പപ്പേട്ടൻ്റെ പരിന്തി ചെയ്തു. എല്ലാവരും ഭയങ്കര കൂളായിരുന്നു. ഞാൻ വേറൊരു കാര്യം നോട്ടീസ്, ചേട്ടാ വളരെ ചെറിയ റോളുകളാണെങ്കിലും ചേട്ടാ ചെയ്യാറുണ്ട്. സാർ ചിലരൊക്കെ ഒരു എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ലെവലിലുള്ള ആക്ടറൊക്കെ ആയി കഴിയുമ്പോൾ ചെറിയ ചെറിയ റോളുകൾ വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തൊന്നും വരില്ല. ചേട്ടാ എന്തുകൊണ്ടാണ് അതും ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? അപൂർവമായിട്ട് ഒരു സീനിലൊക്കെ അഭിനയിച്ച് ചില കഥാപാത്രങ്ങൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ ചോക്ലേറ്റിൽ ഞാൻ ചെയ്ത കഥാപാത്രവും പരിന്തിൽ ഞാൻ ചെയ്ത കഥാപാത്രമൊക്കെ ഒരു സിമിലർ ക്യാരക്ടർ ആർക്കുള്ള ടൈപ്പ് ഓഫ്. അപ്പം അങ്ങനത്തെ ഉള്ള ക്യാരക്ടേഴ്സ് പിന്നെ വന്നിട്ട് ഞാനത് ചെയ്തില്ലായിരുന്നു.
എനിക്ക് സിനിമകളും ഇല്ലായിരുന്നു. പക്ഷെ ഞാനത് വന്നത് ഞാൻ ചെയ്തിട്ടുമില്ല. കാരണം പിന്നെ അത് ഒരു ടൈപ്പ് കാസ്റ്റ് രീതിയിലേക്ക് പോകുമെന്നുള്ളൊരു പേടിയാണ്. ഇത് ഞാൻ പറയണത് 2009-10 സമയത്താണ്. സിനിമകളും ഇല്ല, മെയിൻ സ്ട്രീം സിനിമാസ് ഒന്നും എനിക്കില്ല. ആകെ എന്നുണ്ടായിരുന്ന ഒരു തമിഴ് സിനിമയാണ് 2010-11 മറ്റേ പരുത്തിവീരൻ്റെ ഡയറക്ടർ ആമിർ സാറിൻ്റെ ആദി ഭഗവാൻ എന്ന് പറഞ്ഞൊരു സിനിമ, ജയം രവിയുടെ. സോ ആ ഒരു തമിഴ് സിനിമ കൊണ്ടാണ് ഞാൻ 1.5 വർഷം സർവൈവ് ചെയ്തത്. ഈ തമിഴ് സിനിമയിൽ ഇപ്പം ഡേറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ഈ മലയാള സിനിമയുടെ കൂടുതൽ കാരണമാണോ? അല്ല, കൂടുതലുകാരനല്ല, ഇവർ പെട്ടെന്ന് തീർക്കില്ല. ഒരു മാസം 5 ദിവസം, ഒരു മാസം 10 ദിവസം, അങ്ങനെ ഓവർ എ പീരീഡ് ഓഫ് 6 to 8 months ആണ് ഇവരൊരു പടം ചെയ്യുന്നത്. ഞാനത് ഓർക്കുന്നു. നസീർക്ക് ഒരു താടി വളർത്തിയിട്ട് ജയിലർ 2-ന് വേണ്ടിയിട്ട് ഇക്ക ഒരു 7-8 മാസം ആ താടി വെക്കേണ്ടി വന്നു. കാരണം ഇവര് മുറിച്ച് ഷൂട്ട് എടുത്ത് കളയും. താടി എടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി പോകൂലേ, അതെ. അങ്ങനെ കാടനായിട്ട് നടന്നു പറയാ ആള്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ തനിയൊരുവൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു, ജയം രവിയുടെ. അതിൽ ഞാൻ ആകെ 4 സീനിലും കണ്ടേ ഉള്ളൂ. എൻ്റെ ടോട്ടൽ 5 ദിവസമാണ് വേണ്ടത്. എൻ്റെ അത് വേണ്ടത്. ഞാൻ അതിൻ്റെ അത് ജോയിൻ ചെയ്തു. അപ്പം അന്ന് ക്ലീൻ ഷേവ് ആയിട്ടാണ് ഞാൻ അടുത്ത് ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്തതിന് ശേഷം 2 ദിവസം ഷൂട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത ഷെഡ്യൂളാണ് എനിക്ക്. ഞാൻ താടി മീശയും കുറച്ച് വളർത്തി. അപ്പോഴത്തേക്കും ആകാശവാണി എന്ന് പറഞ്ഞ പടം തുടങ്ങി. അതിനകത്തൊരു 15 ദിവസം അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കട്ടി മീശയും കട്ടി താടിയാക്കി. ഓക്കെ, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് അങ്ങനെയാണ് ആഡ് വൺ ചെയ്യുന്നത് ആ സമയത്ത്. അപ്പോൾ ഒരു 3 മാസം പോയി കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് VKPയുടെ നിർണായകം ഞാൻ ജോയിൻ ചെയ്യട്ടെ. പക്ഷെ നിർണായകം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 5 ദിവസം കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അകത്ത് വീണ്ടും ഷെഡ്യൂൾ വന്നു. ഷേവ് ചെയ്യണം വീണ്ടും. അപ്പം ഞാൻ എന്താണ് അവിടെ മീശം വെച്ച് ചെന്ന VKP മീശ വയ്ക്കാൻ പറയുമെന്ന് ഓർത്തിട്ട് പാക്കപ്പ് ഡേയുടെ അന്ന് തന്നെ രാത്രി പോയി ഞാൻ മീശ എടുത്ത് മാറ്റി. എന്നിട്ടാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. VKP പറഞ്ഞാൽ നിന്റെ കഴിഞ്ഞ ഫോട്ടോയിൽ നിനക്കല്ല മീശയായിരുന്നുണ്ട്, ഇപ്പോൾ ഇത് ക്ലീൻ ഷേവ് അടിച്ചിട്ട്. അത് VKP ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ അഭിനയിക്കാൻ പറഞ്ഞാൽ ഞാൻ പിന്നെ അവിടെ പോയി മീശ എടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഈ 4 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ 2 ദിവസം എടുക്കുന്നത്. പിന്നെ ഒരു ദിവസം കൂടെ മിച്ചമുണ്ട്, അത് അടുത്ത 1 മാസം കഴിഞ്ഞു. ഒരു ദിവസത്തിന് വേണ്ടി വീണ്ടും അപ്പൊ ഇതാണ്. പക്ഷെ അന്ന് ഈ ആദി ഭഗവാൻ നടക്കുന്ന സമയത്ത് 1.5 വർഷമായിരുന്നു എൻ്റെ ഷൂട്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ആൾക്കാർ ചോദിക്കുമ്പോൾ പടം ഉണ്ടല്ലോ പറയാൻ, തമിഴ് പടം എപ്പോ ചോദിച്ചാലും തമിഴ് പടമാണ്. 1.5 വർഷമായിട്ട് തമിഴ് പടം. പിന്നെ എൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു സംഭവം വെച്ചാൽ, അപ്പോൾ അതിൻ്റെ അകത്ത് കോ ഡയറക്ടർ ഷൺമോഹൻ സാറ്, ഞാൻ വേറൊരു പടം ചെയ്തായിരുന്നു, അതിൻ്റെ അകത്ത് കോ ഡയറക്ടറായിരുന്നു. പുള്ളിയാണ് പറഞ്ഞത്, അപ്പോൾ ഞാൻ എൻ്റെ അടുത്തൊരു ഹിന്ദിക്കാരനായിട്ട് അഭിനയിക്കുന്നത്, ഇയാൾക്ക് നല്ലപോലെ ഹിന്ദി അറിയാം. അപ്പോൾ എൻ്റെ ഫോട്ടോസ് കണ്ടപ്പോൾ ആമിർ സാറ് ഓക്കെ പറഞ്ഞ് അങ്ങനെ അഭിനയിക്കാൻ പോയിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞ്, അപ്പം ഷൺമോഹൻ സാറിൻ്റെ ഒക്കെ ഞാൻ ചോദിച്ചു, സാർ പ്രൊഡക്ഷനിൽ നിന്ന് വിളിക്കുമ്പോഴത്തേക്ക് ശമ്പളം എത്ര പറയണമെന്ന് ചോദിച്ചു. അപ്പോൾ ഷൺമോഹൻ സാർ പറഞ്ഞു, അപ്പോൾ എനിക്ക് തമിഴ് ശരിക്കും അറിയില്ല, അപ്പോൾ പുള്ളി എനിക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരിക. അങ്ങനെ ചോദിച്ചാൽ അപ്പുറം പാക്കലാം സാർ, അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു അപ്പുറം പാക്കല സാർ. അതെ, അപ്പുറം പാക്കല സാർ. ഓക്കെ, അങ്ങനെ നമ്മുടെ വിളിക്കുന്നു, അവിടുന്ന് പ്രൊഡക്ഷനിൽ നിന്ന് ആൾ വിളിക്കുന്നു. ഡേറ്റ്സ് ഇതൊക്കെയാണ്, ഇന്ന് ആ സമയത്ത് ജോയിൻ ചെയ്യണം. സാർ സാലറി എപ്പോഴെന്ന് ചോദിച്ചു. അപ്പുറം പാക്കല സാർ. അപ്പുറം പാക്കലാമാ? അപ്പുറം പാക്കല സാർ. ഓക്കെ, ഡൺ. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ ഒരു ഫിഗർ ഫിക്സ് ചെയ്തായിരുന്നു, ഇതായിരിക്കണം എൻ്റെ സാലറി. ഞാൻ അവിടെ ചെന്നു. 5 ദിവസം ഷൂട്ട് കഴിഞ്ഞപ്പം എനിക്ക് ഒരു ചെക്ക് വന്നു. എൻ്റെ ഓർമ്മയിൽ 40,000 രൂപ എന്തോ ആയിരുന്നു. പിന്നെ അടുത്ത മാസം വീണ്ടും എനിക്ക് 2 ദിവസത്തെ ഷൂട്ടുണ്ട്. വീണ്ടും ഞാൻ പോകുന്നു. 2ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ പ്രൊഡക്ഷനിൽ എന്നെ വിളിച്ച ആളുടെ ഒക്കെ കൺട്രോളർ, സർ കൊഞ്ചം ക്യാഷ് കിടക്കുമാ? പുള്ളി പോയിട്ടൊരു 25,000 രൂപയുടെ ചെക്ക് കൊണ്ട് തന്നെ. ഇങ്ങനെ 1.5 വർഷം എല്ലാ മാസവും എനിക്ക് സാലറി കിട്ടുന്ന പോലെ, ചിലപ്പോൾ 30,000, ചിലപ്പോൾ 40,000, ചിലപ്പോൾ 25,000. അവരുടെ മൂഡ് അനുസരിച്ച് അവര് എനിക്കൊന്ന്, ഞാൻ എൻ്റെ മനസ്സ് വിചാരിച്ചൊരു ഫിഗർ ഉണ്ടല്ലോ, അതിനേക്കാളും ഡബിൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഷൺമോഹൻ സാർ ഭയങ്കര എന്നുവെച്ചാല് അന്ന് പറഞ്ഞിരുന്നത് ചിലപ്പം അതേ കിട്ടുള്ളൂ. അതെ, അവര് ഇവളോ താനാ ഞാൻ വിചാരിച്ച് പടത്തിന് ഷൂട്ട് ആയിട്ട് ഷൈചേട്ടൻ പൈസ വയ്ക്കുമ്പോഴേ അപ്പുറം പാക്കല സാർ. എന്നാ പിന്നെ ഇല്ലാത്ത തമിഴിലെ തെറി ഉണ്ടാക്കി. പണ്ട് എനിക്ക് ഒരു ജഗതി ചേട്ടൻ ഇവരൊക്കെ കേട്ടുള്ള മറ്റേ ഒരു ക്ലീൻ ഷേവ് ആണ്. ഒരു സിനിമയിൽ പോകുന്നു,
പൊട്ടിക്കുന്നു, പൊട്ടിക്കുന്നു. അടുത്ത സിനിമ ഒട്ടിക്കുന്നു. അങ്ങനെ അവർ കുറേ പടമുള്ളതുകൊണ്ടേ അതെ, അതെ, ശരി, അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. ജഗതി ചേട്ടനൊക്കെ ഒരു സമയം ഇല്ലാത്ത സിനിമ ഇല്ല. ജഗതി ചേട്ടൻ ഇല്ലാത്ത സിനിമ ഇറങ്ങാത്തൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു പരിപാടി അതിലത്തെ ആൾക്കാരൊക്കെ ആയിട്ടാണ് ഇപ്പൊ ഈ മോനിയാട്ടത്തിലൊക്കെ നമ്മള് പരിപാടി. ഞാൻ സുരാജുമായിട്ടൊരു സിനിമ ചെയ്യുമ്പോഴത്തേക്ക് ആ, സുരാജ് ക്ലീൻ ഷേവ് ആണ്, ആ, പക്ഷെ സിനിമയിൽ അഭിനയിക്കുന്ന മീശ മീശ ഒട്ടിച്ചിട്ടാണ്. ഒട്ടിച്ചിട്ടാണ്. അപ്പോൾ ഒരു കോളേജിൽ നമ്മൾ ട്രിവാൻഡ്രത്ത് ഷൂട്ട് ചെയ്യുന്നത്. അവിടെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ഷോട്ട് ഇടയ്ക്ക് വരുള്ളൂ. അപ്പോൾ സുരാജിനാണെങ്കിൽ അന്ന് എപ്പോഴും ഫോണിലാണ് പുള്ളി. ആ, എനിക്കൊന്ന് ബുക്കിങ്സ് വരുന്നതൊക്കെ ആയിരിക്കാം, ഷോസും സിനിമയൊക്കെ ആയിട്ട്. ആ, 2008-09 സമയത്താണ്. ആ, ആ. പുള്ളി എന്ന് വെച്ചാൽ ഓരോ ഷോട്ട് കഴിയുമ്പോഴേ പുള്ളി മീശ അങ്ങ് എടുക്കും, എന്നിട്ട് പോക്കറ്റ് ഇടും. അതെന്തിന്? എന്നിട്ട് സുരേഷ് ഷോട്ട് റെഡിയായി, മീശ എടുത്തിട്ട് അത്രേ ഉള്ളൂ. എന്നിട്ട് ഡയലോഗ് പറഞ്ഞിട്ട് ഓക്കെ വീണ്ടും എടുത്തു. ഞാൻ നമ്മുടെ പടത്തിൽ തൊട്ട് നോക്കി. മറ്റേ ഞങ്ങൾ പെട്ടെന്ന് കമ്പനിയായി. അപ്പൊ ആള് വന്ന് വാടാ ഇരിക്ക്. അപ്പൊ ആള് മോനൊക്കെ വീഡിയോ കോളൊക്കെ വിളിച്ചത് കാണിച്ചത് അങ്ങനെയൊക്കെ പരിപാടി ആയിട്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ വലിയൊരു മീശ ഉണ്ട് മൂത്ത്, അത് വെള്ള കളർ. അപ്പൊ ഞാൻ അത് പോയിട്ട് ഇത് ഒറിജിനലാ, അത് ഒറിജിനലാണാ. ഞാൻ നോക്കുമ്പോ ഇത്ര വലിപ്പണ്ടേ, ഇത്ര വലിപ്പുണ്ട് ഈ പരിപാടി. അങ്ങനെ നല്ല കുറെ ഫണ്ടും പരിപാടിയൊക്കെ ആയിട്ട്. എന്നിട്ട് ഒറിജിനൽ ആയിരുന്ന ഒറിജിനലായിരുന്നു. സുരാജ് ചേട്ടാ നോക്കുമ്പോ ഒരുത്തം വന്നിരുന്ന് മീശ ചൊരട്ടു. അതെ. പിന്നെ എനിക്ക് വേറെ ഇതൊക്കെ തന്നെ ഇങ്ങനെ കുറെ രസകരമായ കാര്യങ്ങളും. പിന്നെ ദാസേട്ടനാണെങ്കിൽ നമ്മൾ ഫ്രെയിം ഓരോ സിറ്റുവേഷൻ ഇല്ലാത്ത സിറ്റുവേഷൻ ഒക്കെ പറ്റി വേറെ കോമഡികളാണ് അവിടെ നടക്കുന്നത്. മറ്റേ ഇതിങ്ങനെയൊക്കെ ആവണായിട്ടൊക്കെ പറ്റി ചിരിയല്ലേ. അപ്പോൾ കുറേ ഫണ്ട്, പിന്നെ കുറേ പണി, പിന്നെ നല്ല നമുക്കൊരു സ്പേസ് തന്നിട്ടുണ്ടായിരുന്നു അഭിനയിക്കാനൊക്കെ ആയിട്ട്. അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗി ഉണ്ടായിരുന്നു, അതിൻ്റെതായിട്ടുള്ളൊരു മൈൻഡ് ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ. പാട്ടൊക്കെ ഏതെങ്കിലും ഒക്കെ അവർക്ക് പാടി കേൾപ്പിച്ചു കൊടുത്തായിരുന്നു ആർക്ക്? ഇല്ലില്ല, സുരാജേട്ടൻ ഏതൊരു പാട്ട് എന്തോ പാടാൻ പറഞ്ഞു. ഞാൻ സുരാജേട്ടൻ മുഹമ്മദ് റാസേ അതുകൊണ്ട് പാടിക്കൊടുത്തോളൂ ഓർമ്മയുണ്ട്. വേറെ അങ്ങനെ ഇതൊന്നുമില്ല. ചേട്ടാ സഹിച്ചേട്ടാ ഇവന്റെ മറ്റേ തത്തമ്മയുടെ അത് കേട്ടിട്ടുണ്ടായിരുന്നു? ഏറ്റാ പോറ്റോ തത്തമ്മയുടേത് ഞാനെന്റെ കുറച്ച് പാട്ടുകളൊക്കെ കേട്ടു, പക്ഷെ മനസ്സിലാവുന്നില്ല. ഒരു ലിറിക്സ് ആണ് ചേട്ടാ. ചേട്ടൻ ഇത് കേൾക്കുമ്പോ ചേട്ടൻ എന്താണ് തോന്നുന്നത് ചേട്ടൻ പറയണം. ആ ലിറിക്സ് ഞാൻ പറയുകയാണെങ്കിൽ പാട്ടുകളെ കുറിച്ച് പറയാനാണെങ്കിൽ എന്റെ പാട്ടുകളെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ദാസേട്ടനെ വിളിക്കാം. ആക്ച്വലി ദാസ് ഇവിടെ ഉണ്ട്. നമുക്ക് ബ്രോ ഒന്ന് എവിടെ എടാ ഒരു കസേര കൊണ്ട് എടുത്ത് വേണ്ട, ഞാനൊന്ന് ചായ കുടിച്ചിട്ട് വരാം. നീ ചായ കുടിക്കണം, നീ എവിടെ ഇരുന്നാ അങ്ങനെ പറയരുത്. കാര്യമായിട്ട് ചായ കുടിച്ചിട്ട് വരാം. ഇല്ല വിടൂല. ഞാൻ പോഡ്കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോ എല്ലാവർക്കും പോയി വരാനുള്ള സൗകര്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ട്. സുഹൃത്തുക്കളെ, അപ്പോ എത്തിയിരിക്കുകയാണ് കൃഷ്ണദാസ് മുരളി. നമസ്കാരം ബ്രോ. നമസ്കാരം. അതെ, സുഖമാണോ? കുഴപ്പമില്ല, അതൊരു കുഴപ്പമില്ലാന്ന്. ടയേർഡാണ്. അതെ, രാവിലെ മുതല് പ്രൊമോഷനും അതെ 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 കാര്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടം തന്നെയാണല്ലേ. ബ്രോയുടെ ഇതിപ്പോ എത്രാമത്തെ മൂവിയാണ്? രണ്ടാമത്തെ. രണ്ടും എനിക്ക് വയ്യ. സജിചേട്ടന്റെ പ്രൊഡക്ഷൻ തന്നെയാണ്. രണ്ടിലും ഒരേ ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പോ നമ്മളിവിടെ വിളിക്കാൻ വരേണ്ട കാര്യം എന്താണ്, ഇവന്റെ പാട്ടായിരുന്നു. പാട്ടിനെ കുറിച്ച് പറയാന്നുള്ളതാണ്. അല്ലാണ്ട് ഞാൻ പാട്ട് പാടൂലല്ലോ. ബ്രോ എന്താ ബേബി ജീനെ ചൂസ് ചെയ്യാൻ കാരണം? അല്ല, ഞങ്ങളുടെ ഭരതനാട്യം വേൾഡിലോട്ട് ഒരു ജെൻസി സ്റ്റാർ വേണമായിരുന്നു. അതായിരുന്നു മനസ്സിൽ. അത് ആദ്യ മീറ്റിംഗില് പൊളിഞ്ഞു. ബേബി ജി ജെൻസി അല്ലേ? ബേബി ജെൻസി ഒന്നുമില്ല. ബേബിജിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ മാത്രം ജെൻസി ഉള്ളൂ. ഞാൻ ഇവൻ കഥ പറയാനായിട്ട് ഒരു കഫേ ഒക്കെ പറഞ്ഞു ചെന്നിരുന്ന് കഥ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ പറയാലോ അല്ലേ. പിന്നെ അപ്പൊ അവിടെ വെയിറ്റർ വന്ന് എന്താ വേണ്ടതൊക്കെ ചോദിച്ചപ്പോ നമുക്ക് ബേബി ജീൻ ഇന്റർനാഷണൽ റാപ്പർ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നോക്കിയിട്ടുണ്ട്, അപ്പൊ ആരും മൂടാണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ചെന്നിരിക്കുന്നത്. അപ്പൊ പുള്ളിയുടെ അടുത്ത് ക്യാപ്പിച്ചിനോ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കി കഴിക്കാൻ എന്താ വേണ്ടേ സാർ, അപ്പോ എന്തൊക്കെയുണ്ട് ചോദിച്ചപ്പോ പുള്ളി ഓനിയൻ റിങ്സ് എന്ന് പറഞ്ഞു. ഓനിയൻ റിങ്സ് ഓക്കെ 2 പ്ലേറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ അത് 1 പ്ലേറ്റ് മതി. പുള്ളി 1 പ്ലേറ്റ് മതിയാവും സാർ, 2 പേരല്ലേ ഉള്ളൂ, 1 പ്ലേറ്റ് മതിയാവും. അപ്പൊ 1 പ്ലേറ്റ് മതിയാവോ, എന്നാ കൊണ്ടുപോകാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അയാളൊരു പ്ലേറ്റിൽ ഓനിയൻ റിങ്സ് പറഞ്ഞു. ഞാൻ ഈ ഓനിയൻ റിങ്സ് കണ്ടിട്ടെങ്കിലും ഉണ്ട്, ഇല്ലെങ്കിലും ഉണ്ടാക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ട് കുക്കറി ഷോയിലൊക്കെ.
ഈ പുള്ളി കൊണ്ടുവന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതാണ് സാധനം എന്നുള്ളത്. അപ്പൊ ഇവൻ കുറച്ചു നേരം നോക്കിയിട്ടുണ്ട്. അപ്പൊ സവാള വട അല്ലേ ഇത്? സവാള വടയാ എടാ ബേബി, നീ ഇന്റർനാഷണൽ ആണ്, അത് ഇത് ജനിച്ചത് കൊണ്ട് സവാള വടയാണ് ഓർഡർ ചെയ്യാൻ നോക്കിയത്. അതിപ്പോ എവിടെ വീട്? ചിലപ്പോ ചങ്ങരംകുളം. ചങ്ങരംകുളം എന്റെ വീട്ടിൽ നിന്ന് അധികം ദൂരമില്ല. മൊത്തത്തില് അവിടെ ഉടഞ്ഞു. ഇതാണ് എന്റെ കഥാപാത്രം എന്ന് എനിക്ക് അപ്പൊ മനസ്സിലായി. എനിക്ക് ഉള്ളിയോടെ ഞാൻ മേടിച്ചു. ഉടനെ കഫേന്ന് മാറി ചായക്കടയിലോട്ട്. അതെ, അവിടെ നോക്കുമ്പോ വട്ടത്തിന് സ്റ്റൈലായിട്ട് ഇങ്ങനത്തെ പ്ലേറ്റിലൊക്കെ വഞ്ചി പോലത്തെ പ്ലേറ്റിലൊക്കെ പ്ലേറ്റിലൊക്കെ സാധനം നമ്മള് നോക്കിട്ട് ഞാൻ ജീവിതത്തിൽ കാണാത്തൊരു സാധനം. പക്ഷെ ഇവന്റെ പാട്ടും ഇവന്റെ ഇൻസ്റ്റാഗ്രാമും കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്തോ ആണെന്ന് വിചാരിച്ചിട്ടാ പോണത്. നോക്കുമ്പോ നമ്മുടെ അടുത്തുള്ള ചങ്ങരംകുളക്കാരൻ സവാള വടയൊക്കെ തിന്നിരിക്കുന്ന ഒരു ഭാവം. ഇവന്റെ പാട്ടിന്റെ ലിറിക്സ് കേട്ടാ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടേക്ക് പോണേന്നുള്ള അറിയാം. 2 കൊല്ലായി ഒരു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ സൈ ചേട്ടൻ ലിറിക്സ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ചേട്ടാ അതൊന്ന് മനസ്സിലാവും എന്താണ് പറയണത്. ശശിയേട്ടൻ കേട്ടിട്ടുണ്ടോ അതിന്? ഇല്ല, കേട്ടൊന്നും അറിയില്ല. വെറുതെ കേൾക്കാത്തവരൊക്കെ പിന്നെ നാളെ മുതൽ കായ് കായ് അത് കേട്ടിട്ടുണ്ടാവല്ലോ ചിലപ്പോ. പാട്ട് കേട്ടിട്ടുണ്ടാവും, റീൽസ് ഒക്കെ അങ്ങനെ വെക്കാറുണ്ട്. ഞാനല്ലാന്നുള്ളൂ. കല്ലെടുത്തറിയോ വാരണ ഒന്നുമില്ല. ഇത് രണ്ട് പ്ലാറ്റ്ഫോം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഴുത്തിന്റെ ഭാഗം അത് മൃഗീയമാണ്, ഇത് ജനകീയമാണ്. ഇത് രണ്ടും കൂടെ ഒരു പ്ലേറ്റിൽ പരക്കണോ? പറഞ്ഞോട് ചേട്ടൻ നമുക്കൊന്ന് എന്താണ് ഞാൻ പറയേണ്ടത്? അല്ല, ആ പാട്ടൊന്ന് പാടി കൊടുക്കാൻ ചേട്ടന്. ഫുള്ള് വേണ്ട, മറ്റേ പോർഷൻ. ഏതാ മറ്റേ പോർഷൻ? അങ്ങനൊന്നുമില്ല. ഇത് എല്ലാ പോർഷൻ എനിക്ക് ഒരേപോലെയാണ്. എനിക്ക് മറ്റേ പോർഷൻ ആയിട്ട് പല്ലവി ചരണം അങ്ങനൊന്നുമില്ല. ഒരറ്റത്തങ്ങ് പറഞ്ഞു തുടങ്ങും. ലിറിക്സ് അറിയണോ? അതിന്റെ ലാസ്റ്റ് പോർഷൻ. ഏത് ഇന്റർവ്യൂക്കാരെ കണ്ടാലും ഇതാണ് അവസ്ഥ. ഭയങ്കര ബോറ് പരിപാടി. ഞാൻ പാടില്ല അതൊന്നും. ചേട്ടനൊക്കെ എങ്ങനെയാ പാടി കൊടുക്ക? ഇത് അവിടെ ഇരുന്ന് പറഞ്ഞായിരുന്നു. ഇത് നമ്മുടെ സെറ്റില് നമ്മുടെ ഫുൾ ഫാമിലി സഹിച്ചേട്ടൻ ഇപ്പൊ കൺഫ്യൂസ്ഡ് ആയി. ഇവരെന്തായി പറയുന്നത് എന്നുള്ള ആലോചനയിലാണ് സഹിച്ചേട്ടൻ. ഒന്നുമില്ല, ഞാൻ പറയാം. അതായത് ഇപ്പൊ അതിലൊരു പോർഷൻ അതാണ് ഇപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. സോ അതില് ഞാനിരുന്ന് ക്യാഷിന്റെ മേലെ, അതായത് ഞാനിരുന്ന് കയ്യിലെന്റെ മുത്തമ്മ കാലകത്തി വെച്ചപ്പോ കരി പിടിച്ച തത്തമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇത് പറയുമ്പോ ഇത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ബാക്കി അതിലൂടെ അധ്വാനം പറയുന്നുണ്ട്, ഹസ്ലിംഗ് പറയുന്നുണ്ട്, ഇതൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഇതും ഞാൻ ഉദ്ദേശിച്ചില്ല. നമ്മളൊരു ഫിൽത്തി അൺഎഡ്യൂക്കേറ്റഡ് ഗൈയുടെ കയ്യിൽ കുറെ ഫിൽത്തി അൺഎഡ്യൂക്കേറ്റഡ് ഗൈ റിച്ച് ഗൈ ഒരു POV എഴുതിയിട്ടുള്ള ഒരു ട്രാക്കാണത്. അതിലും മനസ്സിലാക്കുന്നത് തന്നെയാണ്. അല്ല അത് വീഡിയോ കണ്ടിട്ടില്ല നിങ്ങള്? വീഡിയോ അപ്പൊ നമ്മൾ അത്രയും ആ ഒരു ഹൈയിൽ നിൽക്കുമ്പോൾ നമ്മളൊരു ചതി എക്സ്പെക്ട് ചെയ്യുന്നില്ല. ബട്ട് ഐ ഗോട്ട് ദാറ്റ് ചതി എന്നുള്ള സാധനമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ട് എഴുതുന്നത്. പിന്നെ അതില് മോശം പറയാനാണ് ഇംഗ്ലീഷ്. അതിനെക്കാളും വേറെ പ്രശ്നങ്ങളുണ്ടായില്ല ഇംഗ്ലീഷ് വേഴ്സ്. നമ്മൾ തത്തമ്മയിലാണ് വീണത്. വല്ലാത്തൊരു കഷ്ടം. എന്തെങ്കിലും ബ്രോ കാണുമ്പോ സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ലിറിക്സ് ആണ് ബ്രോ. അത് കാവ്യാത്മകമായി അത് മാത്രമേ അറിഞ്ഞുള്ളത്. അതെ ചേട്ടാ, അതിനെ കുറിച്ച് വിശദീകരിക്കണമൊക്കെ കുറച്ചുണ്ട്. നമുക്കിപ്പോ അത് അവിടെ വെച്ച് അടുത്ത മോഹിനിയാട്ടത്തിലേക്ക് കടന്ന് ജനകീയമാക്കാൻ പരിപാടി. അതെ, ചേട്ടൻ ഫസ്റ്റ് ഈ കഥ പറഞ്ഞപ്പോ തന്നെ സഹിച്ചേട്ടൻ ഇഷ്ടമായിരുന്നു. സഹിച്ചേട്ടൻ നേരത്തെ പറയാനുണ്ടായിരുന്നു. അപ്പൊ ബ്രോ ഇത് എക്സ്പെക്ട് ചെയ്തായിരുന്നു സഹിച്ചേട്ടൻ? ഇഷ്ടപ്പെടുമായിരിക്കും എന്നൊരു പ്രതീക്ഷ, വിശ്വാസം ഉണ്ടായിരുന്നു. എന്നിട്ട് ആദ്യത്തെ പടം തിയേറ്ററിലൊക്കെ നല്ല പെർഫോം ചെയ്യാതിരുന്നപ്പോ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ചെങ്കിലൊക്കെ ഓടുമായിരിക്കും എന്ന് തന്നെ വിചാരിച്ചു. കാരണം മോശമല്ല എന്നുള്ള കാര്യം നമുക്ക് അറിയായിരുന്നു. നല്ല പടമാണ് എന്ന് തന്നെയാണ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പരിപാടി നിലങ്ങ് തൊട്ടില്ല, ഒരൊറ്റ പൊട്ടനങ്ങ് പൊട്ടി. അറിഞ്ഞില്ല ആൾക്കാര്. പക്ഷെ ഇപ്പൊ കൊറേ പേര് ഇഷ്ടം പോലെ ആൾക്കാര് ഇറങ്ങി അറിഞ്ഞില്ല എന്നല്ലേ ഉള്ളൂ. നമ്മള് കുറച്ചു നേരം മുന്നേ കമന്റ് വായിച്ചു. ഇവിടെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇപ്പൊ പടത്തിന് വന്നിരിക്കുന്നത്. അതെ അതെ അതെ. ഇപ്പൊ ഭരതനാട്യത്തിന് ഗുണം ചെയ്തില്ലെങ്കിലും ഭരതനാട്യം ഇപ്പൊ മോഹിനിയാട്ടത്തിന് ഗുണം ചെയ്യുന്നുണ്ട്. അതെ, കാരണം OTT വഴി നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടുണ്ട്. ബ്രോ എങ്ങനെയാ മൂവിയിലോട്ട് വരുന്ന ഫസ്റ്റ്? ഞാൻ ഷോർട്ട് ഫിലിംസ് പരിപാടികൾ അങ്ങനെ നമ്മുടേതായിട്ടുള്ള പരിപാടികൾ ചെയ്ത് അങ്ങനെ പയ്യെ പിന്നെ ഒരു ഷോർട്ട് ഫിലിം ഇപ്പോൾ വർക്കായപ്പോൾ അത് കരിക്കുന്നൊരു വിളി വന്ന് അവരുടെ ഒരു വെബ് സീരീസ് ചെയ്യാനൊരു ഓഫർ കിട്ടി. അപ്പോൾ അവരുടെ വെബ് സീരീസ് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, അത് ഡയറക്റ്റ് ചെയ്തു.
ആ കൂട്ടത്തിലൊക്കെ തന്നെ നമ്മൾ ഈ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ക്രിപ്റ്റ് ആയിട്ട് നടക്കുമായിരുന്നു. ഇവിടെ തുടക്കത്തിലിപ്പോൾ റൈറ്റർ മാത്രം എന്നുള്ള രീതിയിൽ നമ്മൾ നടന്നിരുന്നത്. കാലം വയസ്സിങ്ങനെ മുന്നോട്ട് പോവല്ലേ, അപ്പൊ പിന്നെ ഇപ്പുറത്തോട്ടേക്ക് ചാടി ഡയറക്ടർ. ഈ മറ്റേതാണെന്നുണ്ടെങ്കിൽ ആദ്യം ഡയറക്ടറെ അന്വേഷിക്കണം, പിന്നെ ഒരു ആക്ടർ പ്രൊഡ്യൂസർ, ഇതൊക്കെ. അപ്പോൾ ഡയറക്ടർ കൂടി നമ്മളായി കഴിഞ്ഞാൽ പിന്നെ ആക്ടറും പ്രൊഡ്യൂസറും മാത്രം മതിയല്ലോ. മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്യും. അതെ അതെ അതെ, അങ്ങനെ അങ്ങനെയാണ് ബ്രോ ഡയറക്ഷനിലോട്ട് വരുന്നത്. അതെ അതെ. അടിപൊളി. ചേട്ടാ ഇപ്പൊ തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞു പടം. ഇത് ആക്ച്വലി നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. എന്തായാലും നല്ലൊരു പ്രതീക്ഷയോട് കൂടി നമുക്ക് മുന്നോട്ട് പോവാം അല്ലേ? അതെ അതെ, തീർച്ചയായും. അതെ. ബേബിജീനെ ഇതിനകത്തൊരു പാട്ട് എഴുതിയിട്ടുണ്ടല്ലേ? ഏത്? എഴുതിയതാണോ പാടിയതാണോ? അല്ല, സോറി, പാടിയതാ. വോക്കൽ മാത്രമേ ഉള്ളൂ. വോക്കല് മാത്രമേ ഉള്ളൂ അല്ലേ? നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടു നോക്കിയാലോട്ടാ. ഉറപ്പായിട്ടും. എന്തായാലും കുളിച്ച് നന്ദി. പക്ഷേ എടാ, ആ ഒരു പാട്ടിന്റെ ലിറിക്സില് ശരിക്കും പറഞ്ഞ ഏതർത്ഥമാണ് എടുക്കുന്നതെങ്കിൽ പോലും അത് അത്ര ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവരത് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അത് ഓക്കെയാണ്. എനിക്കതില് ഇതൊന്നും നടക്കണമെന്നില്ല. ഞാനിത് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി വിളമ്പേണ്ട ഓരോ സാധനം ഉണ്ടല്ലോ. ഇപ്പൊ പാത്രം പറഞ്ഞു വിളമ്പണം, പാടണം. പിന്നെ നമ്മൾ അതിന്റെ ഒരു സെൻസിറ്റീവിൽ തന്നെയാണ് ഹിപ്പ് ഹോപ്പ് കണ്ടന്റ് കൊണ്ടുപോകുന്നതും. ഇപ്പൊ ഈവൻ ഒരു സ്ഥലത്ത് പ്ലേ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ടി വിയിൽ പ്ലേ ചെയ്യാലോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ. ഇതിപ്പോ ഒരു അതിൽ തന്നെ യൂട്യൂബിൽ തന്നെ നമ്മൾ അതൊരു പ്രത്യേക ഇറ്റ്സ് നോട്ട് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത്. എന്നിട്ട് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോ അമ്മമാരെ കൂടി മോനെ 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 മോനക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ആ പാട്ടൊന്ന് മറ്റേ ഇത് ഒന്ന് പാടിക്കൊടുത്ത പോലെ പിള്ളേര്. ഞാൻ എവിടെക്കാണോ അത് പ്രത്യേകം ഇത് പാരന്റൽ അഡ്വൈസറി എന്ന് പറഞ്ഞാൽ അതിനാ. അത് നമ്മൾ അതിന്റെ ഇത് വെക്കും, അതിന്റെ ചെറിയൊരു പാരന്റൽ അഡ്വൈസറി എക്സ്പ്ലിസിറ്റ് കണ്ടന്റ് പറഞ്ഞിട്ട് ഈവൻ ആൽബം കവറും നമ്മൾ വെക്കും. പാരന്റ്സിനോടാണ് ഈ പറഞ്ഞത്, കുട്ടികൾക്ക് ചോറ് കൊടുക്കുമ്പോ തത്തമ്മ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഇതിലൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോ മറ്റേ അമ്മമാരെ വന്നിട്ട് പാട്ട് പാടി കൊടുത്ത മാമന് കയ്യിലെന്റെ മൂത്തമ്മ. ഇത് തുടക്കമല്ലേ, ഈ പരിപാടി തുടക്കമല്ലേ. അപ്പൊ നമ്മളും ഈ പോപ്പ് ഒരു സാധനമൊക്കെ തുടക്കാണല്ലോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള വരുമ്പരാഗങ്ങളും പ്രശ്നങ്ങളും. ജെൻസി കിഡ്സ് ആണ് നമ്മുടെ ടാർഗറ്റ് ബേബിയിലൂടെ. എന്നിട്ട് പ്രൊമോഷനിലൊക്കെ ബേബിയുടെ പാട്ടുകൾ ഇവൻ അക്ഷരം ഉണ്ടില്ല, സ്വന്തം പാട്ട് എവിടെയും പാടൂല. എന്നിട്ട് ഒരു ചാനൽ ഷോസിലൊക്കെ പോരുന്നിട്ട് ഇസ്രായേലി നാഥനൊക്കെ പറഞ്ഞു. ഞാൻ ഒരു 20-25 വയസ്സുള്ള പിള്ളേരെ കൊണ്ടുവരാനാണ് നിന്റെ പടത്തിൽ കൊണ്ടിട്ടുള്ളത്, നീ എന്നിട്ട് ഈ 60-70 വയസ്സുള്ള ആൾക്കാരെ കൊണ്ടുവരാനല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു. അയ്യോ, എന്നോട് പൊറുതിമുട്ടി ഒരു തരത്തിലൊന്നും. ബ്രോ ഇസ്രായേലിൽ നിന്ന് അത് രണ്ടുപേര് ഏത് ഇസ്രായേൽ അത് മാച്ചൊക്കെ ഞാൻ കൊട്ടി പൊളിക്കും. അപ്പൊ പിന്നെ ഒരിക്കലാവട്ടെ നമുക്കൊരു ഹിപ്പ് ഹോപ്പ് ഘടകമായിട്ടൊരു പരിപാടി നമുക്കിരിക്കാം. നമുക്ക് 2-3 ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇരിക്കാം. ഉറപ്പായിട്ടും പൊളിക്കും. തൽക്കാലം അവിടെ കാണിച്ചു തരാം ഞാൻ. ഈ ബേബിജീനായിരിക്കില്ല ആ ബേബിജി. കോയി എൻകൗണ്ടർ എന്നാണ് പാട്ടിന്റെ പേരല്ലേ? മോഹിനിയാട്ടം. കോപ്പിറൈറ്റ് അടിക്കില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇടുകയാണ്. ഓക്കെ. സൈജു കുറുപ്പ് പ്രൊഡക്ഷൻസ്, തോമസ് തിരുവല്ല, സൈജു കുറുപ്പ്, സുരാജ് ഞാനാലേക്ക് കുക്കിംഗ് വീഡിയോസിന് ഞാനീ പാട്ടെടുക്കും. റെഡി. ആക്ച്വലി കുക്കിംഗ് വീഡിയോസിന് ബാക്ക്ഗ്രൗണ്ട് അല്ലേ? ഞാനാണെങ്കിൽ ചെയ്താ.
സൈഡിൽ നിന്ന് ജോമോ ജോതറിന്റെ ആളതിന്റെ ലിറിക്സ് ആളാണ് അതിന്റെ ലിറിക്സ് എന്നൊക്കെ ഇഷ്ടമാണ്. ആ മനസ്സിലായി. ലിറിസിസ്റ്റ് മുത്തു, എഡിറ്റർ ഷഫീഖ്. സരസ്വതി എന്താ മനസ്സിലൊരാതി സ്തുതി ചൊല്ലി തൊഴുവാനായി വൻ ചതി കുടുംബത്തിനകത്തുള്ള കുഴപ്പം മതി സരസ്വതി ഋതുമതി നീയോ അവഗണകാരി ഗതി പ്രതിവിധി ഗണിക്കണം ഇത് പരഗതി തീർത്തിറങ്ങണം ഉറങ്ങാൻ കൊതി ഋതുമതി തോഴി നീ നെല്ല് തിന്നല്ലേ തല്ലിക്കൊല്ലും അപ്പോഴേക്കും ചട്ടിയിലാക്കും വെട്ടിവെറുക്കും കത്തിയൊടിക്കും തോഴി തടുപ്പിലിട്ടു മല്ലി ഉണങ്ങിട്ട് വറുത്തരച്ചു പിന്നെ പട്ട കുട്ടി കലക്കിയിട്ടു ഒന്നു കോയിന്റെ കൗത്തൊടിച്ചു പപ്പു പറിച്ചത് തടുപ്പിലിട്ടു മല്ലി ഉണങ്ങിട്ട് വറുത്തരച്ചു പിന്നെ പട്ട കുട്ടി കലക്കിയിട്ടു. ഇതൊരു ഡാർക്ക് മൂഡ് പിടിച്ചേക്കുന്ന പാട്ടാണല്ലേ. കിൽ ഓർ ഡൈ #10 ഏപ്രിൽ 2026 തിയേറ്റേഴ്സ്. നീ പറഞ്ഞേ മലബാർ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുക? ഇത് ശരിക്കും കോഴിക്കറി വെക്കുന്ന പാട്ടാണ് അല്ലേ? ഒക്കെ ഉണ്ട്. ഭയങ്കര രസമുണ്ട് കേട്ടാ. നിങ്ങളുടെ മൊത്തത്തിലുള്ളൊരു പോക്ക് നല്ല രസമുണ്ട്. പടവും അതുപോലെ തന്നെ വരട്ടെ. കമന്റ് ഒക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. റിലീസ് ഏപ്രിൽ 10 മോഹിനിയാട്ടം. ഇതെപ്പോ ഇട്ടാ? ഇന്ന് ഇട്ടതാണ് ഓ, അല്ലേ? സാർ, സാർ. ചൂടാറിട്ടില്ല. ഓ, ഇപ്പൊ ഇട്ടിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോ കോയി എൻകൗണ്ടർ കോയി എൻകൗണ്ടർ. അതും നല്ല രീതിയിൽ കയറി വരട്ടെ. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അതെ, അപ്പോ നന്നായിരുന്നു. നമ്മുടെ ഭരതനാട്യം 2 മോഹിനിയാട്ടം ഒരു വമ്പിച്ച ഹിറ്റായി വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊള്ളുന്നു. ഡയറക്ടർ ബ്രോ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഹിറ്റായി അതെ, വരട്ടെ. അതന്നെ ഹിറ്റായി എനിക്കും വരട്ടെ. പറയാനുള്ളത്. ബ്രോയുടെ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ഇത് ഞാൻ കണ്ടായിരുന്നു. ഇത് നമ്മൾ തകർക്കുമെന്നും പറഞ്ഞുകൊണ്ട്. അയ്യോ, കാണാനില്ല. അത് ക്യൂവിനെങ്ങാണ്ട് ഇന്റർവ്യൂ ആ, കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്തിരുന്നു. ഉം. സൈജു ബ്രോ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഓഫ് ദി എല്ലാവരും ഗൈസ്. എല്ലാവരും ടയേർഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എല്ലാവരും പോയി കിടന്ന് ഉറങ്ങട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ചേട്ടാ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത്? ഓഡിയൻസിനോട് ഒന്നേ പറയാനുള്ളൂ, വിഷുവിന് സകുടുംബം വന്ന് കാണാൻ പറ്റിയ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. അപ്പോൾ നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണുക മോഹിനിയാട്ടം. ഓക്കെ, അപ്പോൾ ഒരു വിഷു കൈനീട്ടമായിട്ട് നമ്മൾ മോഹിനിയാട്ടം അങ്ങോട്ട് തരികയാണ്. അതെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ബേബി ജീൻ ഫോർ കമ്മിങ് ടു കാർത്തിക് സൂര്യ അൺലീഷ്ഡ്. ചേട്ടാ, താങ്ക് യു കാർത്തിക്. ചെറിയൊരു ക്യാമിയോ അപ്പിയറൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഉള്ളിവട കഥ അത് കട്ട് ചെയ്ത് റീലാക്കാൻ ഞാൻ പറയുന്നതായിരിക്കും. ചത്തി ചത്തി ചത്തി. ഓക്കെ, see you guys. See you. അപ്പൊ